നമ്മൾ ഒരുമിച്ച് കൂടാറുള്ള വിദ്യാർത്ഥിനികളുടെ വൈയക്തികവും ധാർമ്മികവും കുടുംബപരവും പ്രബോധനപരവുമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സംസാരത്തിലേക്കാണ് നമ്മളുടെ ശ്രദ്ധയും കാതും ഈ അവസരത്തിൽ നമ്മൾ നൽകുന്നത്. സമൂഹത്തിലെ വളരെ നിർണായകമായ ഒരു സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നവരും വഹിക്കേണ്ടവരുമായ വിദ്യാർത്ഥിനികൾ എന്ന നിലക്ക് നമ്മളുടെ ശക്തിയെയും നമ്മളുടെ സ്വാധീനങ്ങളെയും ഇസ്ലാമിക പിൻഫലമുള്ള ജീവിത രീതിയിലേക്ക് എങ്ങനെ ആനയിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചയിലേക്കാണ് ഈ സമയത്ത് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെ ഇസ്ലാമികമായ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് ഭൗതികമായ ഈ ജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളിലും ഇടപെടാൻ സാധ്യമാകുന്ന വിധമുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനുള്ള കൈമുതലുകളാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ട കരുതലുകൾ, അതിനുവേണ്ട നമ്മളുടെ കയ്യിലുണ്ടാകേണ്ട സോഴ്സുകൾ എന്താവണം? പ്രത്യേകിച്ചും സമൂഹത്തിന്റെ ഒരു പാതി ഭാഗത്ത് നിൽക്കുന്ന വിദ്യാർത്ഥിനികൾ എന്ന നിലക്ക് ഇന്ത്യയെപ്പോലെയുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് വ്യത്യസ്തങ്ങളായ സാംസ്കാരിക സാഹചര്യത്തിൽ പെട്ട ആളുകളുടെ കൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഇസ്ലാമികമായ സംസ്കാരവും മൂല്യവും കൈമോശം വന്നു പോകാതെ എങ്ങനെ പൂർണ്ണമായും മതവൽക്കരിക്കപ്പെട്ട ഒരു ജീവിതം സാധ്യമാക്കി പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുകയും പിന്നീട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആളുകൾ എന്ന നിലക്ക് നമ്മുടെ ദീനും നമ്മുടെ ഈമാനും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അമൽ സ്വാലിഹാത്തുകളുമായി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന ആലോചനയ്ക്കു വേണ്ടി നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ഇതിന്റെ ആമുഖത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇത് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ജീവിതത്തിൽ പലവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടവനാണ് മനുഷ്യൻ. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് താൽക്കാലികമായ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ കേൾക്കുമ്പോഴോ അറിയുമ്പോഴോ പിന്മാറിപ്പോകേണ്ടവരല്ല മനുഷ്യർ. ജനിച്ച അന്നു മുതൽ നമുക്ക് ഈ ലോകത്തോട് ചില കടമകളും കടപ്പാടുകളുമുണ്ട്. അത് നിർവഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ജീവിതത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും കഴിയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെയും കടമകളുടെയും കടപ്പാടുകളുടെയും രംഗത്ത് അനുഗതമായ പുരോഗതിയും വളർച്ചയും ഉണ്ടാവേണ്ടതുണ്ട്. ജീവിതത്തിന്റെ ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ വളർന്നു വരുന്ന കാലം മുതൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുടെ ഏതു തലമാണ് ഇപ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന് ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കണം. ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ പരിപൂർണവും പരിപക്വവുമായി പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ഇത്തരം കൂട്ടായ്മകളിലൂടെ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഈ അറിവുകൾ,
ഇതാദ്യം ഇറങ്ങേണ്ടത് നമ്മുടെ വൈയക്തികമായ ജീവിതത്തിലേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ അറിവുകൾ അവിടെ നിന്ന് പ്രോജ്വലിച്ചു കാണണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം, ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹു ഇഷ്ടപ്പെടുന്നവനാണ്, അൻ യുറാ മിൻ അബ്ദിഹി, അവന്റെ അടിമയിൽ നിന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നവനാണ്, അസറു നിഅ്മതിഹി എന്നാണ്. അല്ലാഹു അവന്റെ അടിമക്കു നൽകിയ അനുഗ്രഹങ്ങളുടെ ബഹിർസ്ഫുരണങ്ങൾ, അതിന്റെ പ്രതിഫലനങ്ങൾ, ആ അനുഗ്രഹം ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതിന്റെ പ്രകടമായ ഭാവങ്ങൾ ഒരു വ്യക്തിയുടെ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, ജീവിതത്തിൽ തിരിച്ചു കാണേണ്ടതുണ്ട് എന്നാണ്. എന്താണ് ഈ അനുഗ്രഹമെന്ന് ചർച്ച ചെയ്തിടത്ത് ആ ഹദീസിനെ വിശദീകരിക്കുന്ന മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി, അത് നിഅ്മത്തുൽ ഇസ്ലാം വ നിഅ്മത്തു തൗഹീദ്, വിശ്വാസത്തിന്റെ, തൗഹീദിന്റെ അനുഗ്രഹമാണ്, ഇസ്ലാമാകുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മുടെ ഇടയിലൂടെ കടന്നുപോകുമ്പോൾ നമ്മൾ ആ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിലേക്ക്, ശരീരത്തിലേക്ക്, നമ്മളുടെ ജീവിത വേദിയിലേക്ക് ഇറക്കി നിർത്തുകയും ആ അനുഗ്രഹത്തിന്റെ ഗുണഗണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറത്തേക്ക് പ്രതിഫലിക്കുകയും ചെയ്യണം. ആ പ്രതിഫലനം നമ്മുടെ അപ്പിയറൻസിൽ, നമ്മുടെ ജീവിത രീതിയിൽ നിർബന്ധമായി കടന്നു വരേണ്ടതിന്റെ സാഹചര്യത്തിലേക്കാണ് ഈ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ചില ചിതറിയ ചിന്തകൾ പങ്കുവെക്കുന്നത്. ആ അനുഗ്രഹത്തോടൊപ്പം, ആ അനുഗ്രഹങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം, അതിന്റെ ബഹിർസ്ഫുരണം സംഭവിക്കുന്നതോടൊപ്പം നിർബന്ധമായ ഒരു ബാധ്യതയായി നമ്മൾ നിർവഹിക്കേണ്ടതാണ് ഈ കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള അതിഗൗരവതരമായ ശ്രമങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് നിർവഹിച്ച ഒരുപാട് സഹോദരിമാരുടെ നിരന്തരമായ വിളികളും നിരന്തരമായ സമ്മർദ്ദങ്ങളും തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും ഈ ഒരു വേദിയിൽ എത്തിച്ചിട്ടുള്ള ഘടകം. അത് നിരന്തരമായി നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഇസ്ലാമിക ഭാഷയിൽ അതിന് ദഅവത്ത് എന്നാണ് നമ്മൾ പറയുന്ന പദം. ഈ അനുഗ്രഹം, അള്ളാഹു നമുക്ക് നൽകിയ, മനുഷ്യലോകത്തിൽ നമുക്ക് അനുവദിച്ചു തന്ന ഇസ്ലാമിന്റെ ഈ അനുഗ്രഹം, ഇസ്ലാമാകുന്ന ഈ നന്മയുടെ സന്ദേശം, ഇത് മുഴുവൻ ആളുകൾക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യതയാണ് ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത്. അവിടെ ഈ ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ കൈകളിൽ ഇത് നിർവഹിക്കാനുള്ള കരുത്തുണ്ടാകണം. ദുർബലമായ കരങ്ങൾ അല്ല നമുക്ക് ഈ ഘട്ടത്തിൽ വേണ്ടത്, മറിച്ച് കരുത്തുറ്റ കരങ്ങളാണ്. ആ കരുത്ത് കേവലമായ ശാരീരിക കരുത്തല്ല സൂചിപ്പിക്കുന്നത്, കേവലമായ സാമ്പത്തികമോ ബൗദ്ധികമോ ആയ സംവിധാനങ്ങളുടെയോ സാഹചര്യങ്ങളുടെയോ കരുത്തല്ല നമുക്ക് ആവശ്യമുള്ളത്. മറിച്ച് ആ കരുത്തുകൾക്കൊക്കെ അപ്പുറത്ത് മനസ്സിന്റെ, ഈമാനിന്റെ കരുത്താണ് ദഅ്വാ രംഗത്ത്, പ്രബോധന രംഗത്ത് ഒന്ന് മുന്നോട്ടിറങ്ങാനുള്ള കരുത്തായി നമ്മളോട് ഓരോരുത്തരോടും അള്ളാഹുവും റസൂലും ആവശ്യപ്പെടുന്നത്. ആ കരുത്ത് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ, ആ വിശ്വാസത്തിന്റെ പ്രകാശം കൊണ്ട് തെളിച്ചമേകുന്ന, വെളിച്ചമുണ്ടാകുന്ന ഹൃദയമായി നമ്മുടെ ഹൃദയം മാറ്റാനും നമ്മളെ മാറ്റാനും നമുക്ക് സാധിച്ചാൽ, നിരവധി അനവധി പ്രതിസന്ധികൾ ഈ രംഗത്ത് നമ്മൾ ഓരോന്നാലോചിക്കുമ്പോൾ, 3-4 പ്രതിസന്ധികൾ, ഒരു കാര്യം, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനേക്കാളേറെ വലിയ കടമ്പകൾ നമ്മളുടെ മുന്നിലുണ്ടാകും. ആ കടമ്പകൾ കടക്കാൻ, ആ പ്രതിസന്ധികൾ വകഞ്ഞുമാറ്റാൻ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മുടെ മുമ്പിലുണ്ടാകുന്ന കരുത്ത് ഈമാനിന്റെ കരുത്താണ്. ആ കരുത്ത് നേടിയെടുക്കാൻ സാധിച്ചാൽ ഭൗതികമായി നമുക്കേറെ പറയാവുന്നതും സംസാരിക്കാവുന്നതും പ്രശ്നങ്ങളായി അവതരിപ്പിക്കാവുന്നതുമായ പ്രശ്നങ്ങളെല്ലാം മാറി മാറി നിൽക്കുകയും അവ ഒരു പ്രശ്നമല്ലാതായി മാറുകയും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ശരിയായ മതത്തിന്റെ സംസ്കാരം മറ്റുള്ളവരിലേക്ക് യാതൊരു മറയുമില്ലാതെ, യാതൊരു ഒളിയുമില്ലാതെ
പകർന്നുകൊടുക്കാൻ സാധ്യമാകുന്ന ഒരു ഭൂമികയും പരിസരവും നമുക്ക് ചുറ്റും ഒരുങ്ങി വരികയും ചെയ്യും. ആ കരുത്ത് നേടിയെടുക്കേണ്ടത് ചില സോഴ്സുകളിൽ നിന്നാണെന്ന് നമുക്കറിയാം, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളിൽ നിന്ന്. ആ സോഴ്സുകളിൽ നിന്ന് വിശ്വാസത്തിന്റെ കരുത്ത് നേടിയെടുക്കുകയും ഹൃദയങ്ങളെ ആ കരുത്തുറ്റ ഹൃദയങ്ങളാക്കി മാറ്റുകയും ചെയ്ത് ദഅവത്തിന്റെ രംഗത്ത്, പ്രബോധനത്തിന്റെ രംഗത്ത് നമ്മുടെ സാധ്യതകളെക്കുറിച്ച്, നമുക്ക് ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ എത്ര വേഗത്തിൽ, എത്ര എളുപ്പത്തിൽ എങ്ങനെ നിർവഹിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ആലോചനകളാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. ലോകത്തിന്റെ ഒരു കോണിലാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്, കേരളമെന്ന ഒരു കോണിൽ. ഈ കോണിലേക്കടക്കം ഇസ്ലാമിന്റെ സന്ദേശം മൊബൈൽ ഫോണുകളില്ലാത്ത, ആധുനിക വാർത്താവിനിമയ ഉപാധികളില്ലാത്ത, യാത്രാ സംവിധാനങ്ങളില്ലാതിരുന്ന പ്രവാചക കാലഘട്ടത്തിൽ സ്വഹാബത്ത് ഈ കൈത്തിരി കിട്ടിയപ്പോൾ ആണും പെണ്ണുമടങ്ങുന്ന സമൂഹം ഓടുകയായിരുന്നു. അവർ അതിശീഘ്രം ഓടുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ ഒരാവർത്തി പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ ഓട്ടത്തിന്റെയും ആ എത്തിക്കാനുള്ള ദ്രുതഗതിയിലുള്ള അവരുടെ ശ്രമങ്ങളുടെയും ഭാഗമായിട്ട് മാത്രമാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഈ സന്ദേശത്തിന്റെ വാഹകരാകാനും ഈ സന്ദേശം എത്തപ്പെടാനും വലിയ കാരണമായി മാറിയത്. ഈ കൈത്തിരി അണയാതെ നിലനിൽക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അവിടെ എനിക്കെന്തു ചെയ്യാൻ സാധിക്കുമെന്ന ചിന്തയാവണം ഈ ഒരു സംഗമത്തിൽ നിന്ന് പെൺകുട്ടികൾ എന്ന നിലക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടത്. അതിനുവേണ്ടി മതപരമായ നമ്മളുടെ ജീവിതം പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്നതിനും ആ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഈ ദീനിനെ എത്തിച്ചു കൊടുക്കാനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നതിനും നമുക്ക് ഉള്ള പ്രശ്നങ്ങളും നമുക്കുള്ള പ്രതിസന്ധികളും ഈമാനുകൊണ്ട് നമ്മൾ പരിഹരിച്ച് ആ രംഗത്ത് ശരിയായൊരു കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോകാനുമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടത്. അവിടെ നമുക്ക് ആവശ്യമായ ശക്തമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമാണ് ഈ ഒരു സംസാരത്തിൽ ഇവിടെ ഇനി ശേഷം കടന്നു വരാനിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഇന്ററാക്ഷൻ സമയങ്ങളിൽ നിങ്ങളത് ഏറ്റവും പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനായ ഹാരിസ് ബിൻ സലീം. നമ്മൾ ഈ സംഗമത്തിൽ നമുക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സംസാരിക്കുന്നതിനുമായി മൗലവി ഹാരിസ് ബിൻ സലീമിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സ്നേഹമുള്ള സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിനെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യങ്ങളിൽ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നാം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധന്യമായ ദിവസങ്ങളും മണിക്കൂറുകളും നാളെ ഏറെ നന്മകൾക്ക് ആവശ്യം വരുന്ന പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രവർത്തനമായി നമ്മൾ ഇന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മതം സുരക്ഷയാണ് എന്ന ഒരു മഹത്തായ പ്രമേയത്തെയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രോഫ്കോണിൽ പങ്കാളികളായ നമ്മുടെ വിദ്യാർത്ഥിനികളെ പ്രത്യേകമായി ക്ഷണിച്ചു ചേർത്തിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശാലമായ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതികളുണ്ട്. ഒരു ചെറിയ മുഖവുര പറഞ്ഞ് നമ്മൾ സമയത്തിനനുസരിച്ചുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ പെൺകുട്ടികൾ എന്ന നിലക്കുള്ള നമ്മുടെ സുരക്ഷയ്ക്കാവശ്യമായ ചില കാര്യങ്ങൾ വലിയ മുഖവുരകളോ വിശദീകരണങ്ങളോ ഇല്ലാതെ ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഈ ഒരു ഡിസംബർ മാസത്തിൽ ഒരു കോളേജിൽ നടന്ന ഒരു നാഷണൽ സർവീസ് സ്കീമിന്റെ ഒരു പൊതു ക്യാമ്പിൽ ഒരു ക്ലാസ്സിന് എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. അവിടെ വിമൻസ് കോളേജ് ആയതുകൊണ്ട് അവിടെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ഒരു ചെറിയ ക്ലാസ്സിന് ശേഷം അവർക്ക് കൊടുത്ത അവസരത്തിൽ അവർ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും
ഞാൻ ഉൾക്കൊണ്ട പെൺകുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളുടെ ഒരു മാനസിക വികാരം, അത് ഈ ചർച്ചയിൽ അങ്ങനത്തെ ഒരു നെഗറ്റീവായ ഒരു മനസ്സ് നമുക്ക് വരാതിരിക്കാൻ അവിടെ നിന്ന് ആരംഭിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നുവോ എന്ന ഒരു തോന്നൽ ഏത് സന്ദർഭത്തിലും ഉണ്ടാവാറുണ്ട്. അതെപ്പോഴാണ് ഉണ്ടാകുക എന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ചില പ്രത്യേകമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഇസ്ലാമിക അടിസ്ഥാനത്തിൽ പറയുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് മാത്രം അങ്ങനെ എന്ന് ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുകയും മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ചെറിയ കുട്ടി, ഒരു 6 വയസ്സോ 7 വയസ്സോ ആയൊരു കുട്ടി പലപ്പോഴും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവൾക്കൊരു സ്വന്തമായൊരു സീറ്റ് വേണമെന്നാണ് ആഗ്രഹിക്കുക. റോട്ടിലിറങ്ങി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നാം കൈ പിടിച്ചാൽ കൈ കുതറി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ അല്ലെങ്കിൽ അവൾ സ്വന്തമായി റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ സ്വാഭാവികമായും നമ്മൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ ചിലപ്പോൾ നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങൾക്കറിയാം. അതൊരു സ്വാതന്ത്ര്യക്കുറവോ ഒരു ബലഹീനതയോ അല്ല, മറിച്ച് ആ കുട്ടിയുടെ ഒരു അവസ്ഥ അനുസരിച്ചുകൊണ്ട് ഒരു ശ്രദ്ധ ആവശ്യമാണെന്ന് രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കുമ്പോൾ എന്നെ അവഗണിക്കുമോ എന്നോ എന്റെ കഴിവിനെയും എന്റെ പ്രാപ്തിയെയും കുറിച്ച് അംഗീകരിക്കാതിരിക്കപ്പെടുന്നുവോ എന്നൊരു തോന്നൽ സ്വാഭാവികമായും ഉണ്ടാവാറുണ്ട്. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് രക്ഷിതാക്കന്മാരോ അല്ലെങ്കിൽ മതപരമായ സന്ദർഭങ്ങളിലോ പറയുമ്പോൾ അത് ഞങ്ങളെ എന്താണ് വിലമതിക്കുന്നില്ലേ എന്ന തോന്നൽ അസ്ഥാനത്താണെന്ന് പറയാനാണ് ഞാൻ. എന്താ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലേ? സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുവാൻ കരുത്തില്ലേ അല്ലെങ്കിൽ കഴിവില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. അതിന് നമ്മൾ പറയാറുള്ള ഉദാഹരണത്തിന് ഞാൻ പറയാം. നമ്മളൊരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു 30 കൊല്ലത്തെ പരിചയം എനിക്കൊരു ഡ്രൈവർ എന്ന നിലക്കുണ്ടെന്ന് പറഞ്ഞാൽ പോലും തൊട്ടപ്പുറത്തുനിന്ന് വരുന്ന വാഹനത്തിന്റെ ഉടമസ്ഥൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണല്ലോ. അത് ഇതിലൊന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ശ്രദ്ധ കൊണ്ട് മാത്രം കാര്യം നടന്നുകൊള്ളണമെന്നില്ല. പത്രവാർത്തകൾ നമ്മെ അതാണ് അറിയിക്കുന്നത്. നിങ്ങൾക്കറിയാം, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ യാത്രാ സുരക്ഷിതത്വങ്ങളും ഉള്ളതും പൊതുവാഹനമാണെങ്കിൽ പോലും എത്ര പ്രതിരോധിച്ചാലും പറ്റാതെ വരുന്നു എന്ന് നമ്മൾ അറിയുന്നു. അത് ചെറിയൊരു കുഞ്ഞു മുതൽ അതിവൃദ്ധയായ ഒരു സ്ത്രീക്ക് വരെ സുരക്ഷിതമില്ലാത്ത അവസ്ഥ അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ കരുത്തുകുറവ് കൊണ്ടോ അല്ല. തൊട്ടപ്പുറത്ത് നിൽക്കുന്നവർ അത്രയും ക്രൂരമായ മനസ്സിന്റെ ഉടമസ്ഥരാണെന്നുള്ള തിരിച്ചറിവ് എന്തായാലും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞ നിർദ്ദേശങ്ങളെ ഒരു അപകർഷതയായി എടുക്കാതെ നമ്മളേക്ക് സ്വാതന്ത്ര്യത്തിന് തടസ്സം വരുത്തുന്നതിന് ശ്രദ്ധിക്കാതെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും ഒന്നാമത്തത്, നാം ഒരു സ്ത്രീയാണെന്ന തിരിച്ചറിവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ എവിടെ നിൽക്കുമ്പോഴും എവിടെ സഞ്ചരിക്കുമ്പോഴും ഞാനൊരു സ്ത്രീയാണെന്ന ബോധം നമ്മുടെ സുരക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമാണ്. ഒരു വലിയ വാഹനം ഓടിച്ചു പോകുന്ന ഒരാൾ ഞാനൊരു ചെറിയ വാഹനം ഓടിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അതിനനുസരിച്ചുള്ളൊരു മാനസികാവസ്ഥ സൃഷ്ടിച്ചില്ലെങ്കിൽ ആ വാഹനം അവിടെയും ഇവിടെയും തട്ടിമുട്ടിക്കൊണ്ടേ മുന്നോട്ട് പോകൂ. ഞാനൊരു സ്ത്രീയാണെന്നുള്ള അറിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ഒരു വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. എല്ലാ അർത്ഥത്തിലും ഒരു സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോ വിഷയങ്ങൾ എടുത്താലും നമുക്ക് ആ സുരക്ഷിതത്വം കാണാൻ പറ്റും. ഒന്ന്, വിവാഹം. ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് അതാണ്. മിക്കവാറും ഇത്തരം പ്രൊഫഷണൽ ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് വിവാഹത്തെക്കുറിച്ചൊരു തീരുമാനമില്ല എന്നത് വലിയൊരു പ്രശ്നമാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ മകന് വേണ്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിവാഹ അന്വേഷണം പെട്ടെന്ന് നടക്കുക എന്നുള്ള നിലക്ക്, ഒരു ബിടെക്കാണ്, അവനൊരു 10-25 വയസ്സായിട്ടുണ്ട്. അപ്പൊ ഒരു വിവാഹം നടക്കുക എന്നുള്ളക്ക് പലർക്കും അന്വേഷിച്ചപ്പോഴും യോജിച്ചൊരു കുട്ടിയെ കിട്ടാതിരുന്നപ്പോൾ ഒരു പരസ്യം കൊടുത്തു. ആ രക്ഷിതാവ് എന്നോട് ആ വാചകം ഞാനാണ് എഴുതി കൊടുത്തത്. ആ പരസ്യം വന്ന അന്ന് മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം ഫോണും ഡയറിയുമായിട്ടിരുന്നു വാപ്പേണിരിക്കുന്നത്. അദ്ദേഹം അതിൽ കിട്ടിയ ഒരു അനുഭവമായി എനിക്ക് പറഞ്ഞെന്നാ എന്താന്ന് വിചാരിച്ചാൽ, എന്നെ വിളിച്ച മുഴുവൻ പെൺകുട്ടികളുടെയും രക്ഷിതാക്കന്മാരിൽ പെൺകുട്ടികളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ 22 വയസ്സ്, 23 വയസ്സ്, 24 വയസ്സ് അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. ഇത്രയധികം കോളുകൾ ഒരു 20 വയസ്സിനു താഴെ ഉള്ളൊരു കുട്ടി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചെഴുതിയപ്പോൾ എന്റെ കടലാസിൽ എഴുതാൻ അധികം പേരുകൾ എനിക്കുണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചാൽ, 25 വയസ്സായ മകന് ഒരു 6 വയസ്സിന്റെ വ്യത്യാസം അയാൾ ആഗ്രഹിക്കുന്നു. 5 വയസ്സിന്റെ വ്യത്യാസം ആഗ്രഹിച്ചാലും 20 വയസ്സ് വേണം. നിങ്ങളെല്ലാവരും വിവാഹിതരാകണം എന്നൊരു പ്രേരണക്കോ പ്രചോദനത്തിനോ വേണ്ടിയല്ല. വിവാഹം ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷയാണ്, യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട.
നിങ്ങൾക്ക് സ്വന്തമായി എന്തൊക്കെ സൗകര്യങ്ങളും ജോലിയും സംവിധാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും സുരക്ഷിതത്വം എന്നത് വിവാഹത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഏതർത്ഥത്തിലും നിങ്ങളുടെ രക്ഷിതാക്കന്മാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആൺകുട്ടികളെ സ്വന്തം രക്ഷിതാക്കന്മാർ വിളിക്കുന്നതിലേറെ ഫോൺ കോളുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും വീട്ടിൽ നിന്ന്. എന്താണ് അതിന്റെ മനഃശാസ്ത്രം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷയുടെ ഭീഷണി എവിടെയും നിലനിൽക്കുന്നുള്ളത്. അപ്പൊ ഒരു ഗാർഡിയൻ നമുക്ക് വേണം. സഹോദരിമാരെ, ഒരു ഭർത്താവിന്റെ നിയമങ്ങൾക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ നേതൃത്വത്തിനോ കീഴൊതുങ്ങുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രയാസമില്ല. നമ്മളെ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമായി സംരക്ഷിക്കാൻ ഒരാൾ ഏറ്റെടുക്കുന്നു എന്ന് വരുമ്പോൾ അതിലെന്ത് പ്രശ്നമുള്ളത്? അതുകൊണ്ട് വിവാഹം നമ്മുടെ ജോലിക്ക് തടസ്സമാകുമോ, പഠനത്തിന് തടസ്സമാകുമോ? വെറുതെയുള്ള ചില ധാരണപ്പിശകുകളാണ്. അതിനൊരു അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ പറയും. ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഭർത്താവ് എല്ലാ അർത്ഥത്തിലും. നിങ്ങളുടെ പിതാവ് നിങ്ങളെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുവോ അതിന്റെ എത്രയോ ഇരട്ടി നിങ്ങളെ ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുന്ന, ജീവിതാവസ്ഥകൾ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിന് പറ്റും. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി എന്തു ത്യാഗം സഹിക്കുവാനും എത്ര സമയം ചെലവഴിക്കുവാനും, നിങ്ങളെ എത്ര സമയം കാത്തു നിൽക്കുവാനും, നിങ്ങൾക്ക് വേണ്ടി എത്ര യാത്ര ചെയ്യുവാനും അയാൾ തൽപരനാണ്. ഒരുപക്ഷെ പിതാവിന് ചില പരിമിതികൾ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കാത്ത രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ടായി ഒരാൾ നമ്മളെ ഏറ്റെടുക്കാൻ പറ്റുന്ന, നാം ആഗ്രഹിച്ച ഒരാൾ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം പറയരുത്, സമയമായിട്ടില്ലെന്ന്. നമ്മുടെ സൗകര്യങ്ങളെയും ഭാവിയെയും എല്ലാം ഉറപ്പുവരുത്താവുന്ന ചില കരാറുകൾ അയാൾ ഇന്ന് വാങ്ങാമെന്നല്ലാതെ ഞാൻ ഇപ്പോൾ വിവാഹിതയാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത്തരമൊരു സന്ദർഭവും സമയവും വരുമ്പോൾ അത് സാധിക്കുക പ്രയാസകരമായിരിക്കും. ഒരുപക്ഷെ പ്രായപൂർത്തിയാവുന്നതോടുകൂടെ ഒരു വിവാഹത്തെ തേടുന്നു മനസ്സ് എന്നുള്ളത് സത്യമാണ്. ഞാൻ പലപ്പോഴും ഇത്തരം നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളോട് സംസാരിക്കേണ്ടി വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, മാനസിക പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഒരു ഏകാന്തത അനുഭവപ്പെടുന്നു, ഒരു ധൈര്യക്കുറവ്, തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാന കാര്യം പരിശോധിക്കുന്നതിൽ പ്രകൃതിപരമായി ഒരു പ്രത്യേക സമയമായി കഴിഞ്ഞാൽ ഒരു ജീവിത പങ്കാളി നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ആ പങ്കാളിയുടെ ഒരു ശൂന്യത ജീവിതത്തിന്റെ ഒരു ശൂന്യതയായി നിലനിൽക്കും. ഏതെങ്കിലും അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ പങ്കാളിത്തം വഹിക്കേണ്ടതുണ്ടെങ്കിൽ അയാളുടെ അഭാവം നമ്മളിൽ ഏകാന്തത സൃഷ്ടിക്കും, മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, അധൈര്യം സൃഷ്ടിക്കും. നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രകൃതിപരമായ ഒരു ആവശ്യമായ വിവാഹത്തെ നിരാകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇന്നത്തെ നിങ്ങളുടെ കോഴ്സിനോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കോ അത് തടസ്സം നിൽക്കുന്നില്ലെങ്കിൽ ജീവിതത്തിന് സഹായകമായി തീരുന്ന അനിവാര്യമായ ഒരു ഘടകത്തെ നാം എന്തിനു മാറ്റി നിർത്തണം? ഇസ്ലാമികമായി ചിന്തിച്ചാലും തർലൗന ദീനഹുവോ ഖുൽഖുഹു, സ്വഭാവവും അതേപോലെ തന്നെ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നാൽ നോ എന്ന് പറയരുതേ എന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചുവെങ്കിൽ ആ നോ പറയുന്നത് നമ്മുടെ ജീവിത ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമോ, സുരക്ഷത്തിന് ഭീഷണിയാകുമോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എന്ത്, നമ്മുടെ വേഷവിധാനങ്ങൾ. ഇത് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ചില മാനസിക പ്രയാസങ്ങൾ നമുക്ക് തോന്നും. ഒന്നും തോന്നേണ്ടതില്ല. ഞാൻ രണ്ടർത്ഥത്തിൽ ഞാൻ പറയുന്നു. ഒന്ന്, വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തിൽ നാം പൂർണ്ണമായും നമ്മളെ ഒരു അന്യ പുരുഷന് ആസ്വദിക്കാനോ അനുഭവിക്കാനോ പറ്റാത്ത രൂപത്തിലുള്ള ഒരു നല്ല വേഷവിധാനം സ്വീകരിക്കുന്നത് നമുക്കൊരിക്കലും നഷ്ടമാവില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരിക്കലും നഷ്ടാവില്ല. കാരണം ശാരീരികമായ ഒരു ആകർഷണം, ഒരു ലൈംഗിക താല്പര്യത്തിന്റെ പേരിൽ ഒരാൾ നമ്മളുമായി ബന്ധപ്പെട്ട് ആ ബന്ധം ഒരു വിവാഹത്തിലോ മറ്റെന്തിലെങ്കിലും കലാശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു അപകടത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നത് ഉറപ്പാണ്. അതായത് നിങ്ങളെ ഒരൊറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ നിങ്ങളുടെ ശാരീരികമായ ഒരു അവസ്ഥയിലെ വേഷത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലോ ഉള്ള ഒരു സൗന്ദര്യം ഒരാളെ സ്വാധീനിക്കുകയും ആ സ്വാധീനം നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ ജീവിത സുരക്ഷിതത്വത്തിന് അപകടകരമാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വേഷവിധാനങ്ങൾ മറ്റുള്ള ഒരു പുരുഷനെ ആകർഷിക്കുന്ന രൂപത്തിലാകുന്നു എന്നത് ഒരു നിലക്കും നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം നൽകുന്നതല്ല. മാത്രമല്ല, ഒരുപക്ഷെ ഒരു വൈവാഹിക ജീവിതത്തിൽ നാം നമ്മെ ഒരു സുരക്ഷിതമായ മാർഗത്തിലൂടെ ഒരാൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെ മുൻനിർത്തി നമുക്ക് പറയാനാവും, എന്നെ ഒരാളും അനുഭവിച്ചിട്ടില്ല. ഇന്ന് വിഹിതമായ നിലക്ക് എന്നെ ഏറ്റെടുക്കുന്ന പുരുഷൻ എന്നിൽ നിന്ന് അനുഭവിക്കുന്ന കാര്യം ഈ ആദ്യ ദിനത്തിന് മുമ്പ് ഒരാളും അനുഭവിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റുമെങ്കിൽ
തികഞ്ഞ മാനസിക ധൈര്യത്തോടെ വിശുദ്ധിയോടുകൂടെ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായും ആകാരം കാണിക്കുന്നതോ ശരീരം മുഴുവൻ മറക്കാത്തതോ ആയ ഒരു വേഷവിധാനത്തിലൂടെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് നമ്മുടെ സ്വന്തം ഭർത്താവിനു ലഭിക്കേണ്ട ഒരു അനുഭവം പങ്കുവെക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിനോ ജീവിതത്തിനോ ഭാവിക്കോ ഒരു സുരക്ഷിതത്വവുമില്ല. ഇനി വിവാഹാനന്തരമാണെങ്കിലോ വിവാഹാനന്തരമെങ്കിലും ഉറപ്പ് എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ ഒരു ദാമ്പത്യ സുഖം, അതായത് ശാരീരികവും മാനസികമായ ഒരു സുഖം നിർവഹിക്കാൻ ആർക്കേ പറ്റുള്ളൂ. നിങ്ങൾ ഒരു ഭർത്താവിന് തന്റെ മനസ്സിൽ വൈകാരികമായ ചിന്തകളിൽ എന്റെ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീ കടന്നു വരുന്നില്ലെന്ന് പറയാൻ ഒരു പുരുഷന് പറ്റുമെങ്കിൽ എത്ര കാലം ജീവിച്ചാലും ആ സ്വന്തം ഭാര്യയെ എല്ലാ അർത്ഥത്തിലും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കാൻ ആ വിശുദ്ധനായ പുരുഷന് പറ്റും. ഒരു സ്ത്രീക്ക് അവൾ പുറത്ത് ജോലി ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, അന്യപുരുഷന്മാരെ ഇടപെടാൻ സാഹചര്യം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, എന്റെ ഭർത്താവല്ലാത്ത ഒരാളുടെ സ്പർശനത്തിലോ നോട്ടത്തിലോ ഒന്നിലും ഒരു വൈകാരികതയും ഒരാസ്വാദനവും എനിക്കില്ലെന്ന് 100% വിശുദ്ധമായി എന്റെ വൈകാരിക ചിന്തകളിൽ എന്റെ ഭർത്താവിന്റെ മുഖമോ ആകാരമോ അല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലെന്ന് പറയാൻ പറ്റുന്ന വിവാഹിതയായ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ സമാധാനവും സൗഖ്യവും തന്റെ വേഷവിധാനങ്ങളിലൂടെ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി അത് മറ്റുള്ള അന്യ പുരുഷന്മാർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഞാനൊരു വിശുദ്ധി പാലിക്കുന്നില്ല എന്ന ബോധത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ആ സമ്പൂർണ്ണ ജീവിത സമാധാനം നഷ്ടപ്പെടുന്നു. അപ്പൊ സുരക്ഷിതത്തിന് എന്താ വേണ്ടത്? വേഷം. അതിൽ ഒരു നിലക്കും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിക്കുക ചെയ്യരുത്. നമ്മുടെ ഡ്രസ്സിങ്ങിൽ നാം കൃത്യമായും ആ നിയമം പാലിക്കണം. ഇസ്ലാമിന്റെ ഡ്രസ്സിന്റെ നിയമങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. അത്തരമൊരു വൈകാരികത ജനിപ്പിക്കുന്ന എല്ലാവിധത്തിലുമുള്ള ഡ്രസ്സിങ്ങിനെ ഇസ്ലാം നിരാകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സുരക്ഷിതത്തിനാണ്. ആ സുരക്ഷിതത്വത്തിന്റെ വിശാലത എനിക്ക് വിശദീകരിക്കാൻ പറ്റൂല. നമ്മുടെ ജീവിതത്തിന്റെ ഇഹപര സുരക്ഷിതത്വത്തിന് ഏറ്റവും ആവശ്യമാണ്. സ്വർഗത്തിന്റെ വാസന പോലും ഇല്ല എന്നാണ്. മുഴുവൻ ആളുകൾക്കും തിന്മ സമ്മാനിച്ച് തിന്മ വിതറി തിന്മ പകർന്ന് തെരുവിലൂടെയും ക്യാമ്പസിലൂടെയും നടന്നു പോകുന്ന ഒരു പെൺകുട്ടിക്ക് അതിവിശാലമായ അള്ളാഹുവിന്റെ വിരുന്നിന്റെ സുഗന്ധം പോലും ഇല്ല യജിദിന റീഹാന്നാണ്. അതുകൊണ്ട് ഇഹപര ജീവിതത്തിന്റെ വിജയം അതിൽ നമ്മുടെ വേഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ വിവാഹം പറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ വേഷവിധാനങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ സുരക്ഷിതത്തിന് ഏറ്റവും വലിയ ഭീഷണി ആരാരെങ്കിൽ അന്യപുരുഷന്മാരല്ല. അന്യപുരുഷന്മാരെക്കാളും വലിയ ഭീഷണിയാണ് പരിചിതരായ അന്യന്മാർ. പരിചിതരായ അന്യന്മാർ നിങ്ങളുടെ ജ്യേഷ്ഠത്തിയെ വിവാഹം കഴിച്ച ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, അതല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് അന്യപുരുഷനാണ്. നിങ്ങളുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് നിങ്ങൾക്ക് അന്യപുരുഷനാണ്. പക്ഷേ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരു പരിചിതനാണ് അയാൾ. നിങ്ങളുടെ ക്ലാസ്മേറ്റ്, അയാൾ അന്യനാണ്, 100% അന്യപുരുഷനാണ്. നാളെ നിങ്ങളെ വിവാഹം അന്വേഷിക്കാൻ പറ്റുന്ന ഒരു അന്യപുരുഷൻ. അത് അന്യപുരുഷനാണെങ്കിലും നിങ്ങൾക്ക് 6-7 കൊല്ലം പരിചിതമായ ക്ലാസ്മേറ്റ് ആണ്. പക്ഷേ അയാൾ ആരായിരുന്നാലും ശരി, പരിചിതനായ അന്യൻ അപകടകാരിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകൾ ഉള്ളയിടത്ത് കടന്നു ചെല്ലുമ്പോൾ ഒരു സൂക്ഷ്മത നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് നബി. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫറഅയ്തൽ ഹമുവ്, ഭർത്താവിന്റെ സഹോദരനോ? ഭർത്താവിന്റെ സഹോദരൻ അങ്ങനത്തെ പരിചിതരായ ആളുകളാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല അൽ ഹമുവു അൽ മൗത്ത്, ഭർത്താവിന്റെ സഹോദരൻ മരണമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു കൽ മൗത്തി, മരണത്തെ പോലെയാണെന്ന്. ഇത് പരിചിതരായ ആളുകൾ നമ്മളെ ചൂഷണം ചെയ്താൽ പ്രതികരിക്കാൻ പറ്റൂല. മാത്രമല്ല അവർക്ക് നമ്മളിലേക്ക് എപ്പോഴും കടന്നു വരാൻ പറ്റും. ഒരാൾ നിന്ന് സംസാരിക്കുമ്പോൾ അയാൾ എന്തിന് ഇവരോട് സംസാരിക്കണമെന്ന് ചിന്തിക്കും. പക്ഷേ നമ്മുടെ അളിയൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അതെന്തിന് സംസാരിക്കുന്നു എന്ന് പുറത്തൊരാൾ ചിന്തിച്ചു കൊള്ളണമെന്നില്ല. പലപ്പോഴും നമ്മുടെ വീട്ടിനുള്ളിൽ വെച്ചും പുറത്തു വെച്ചും ഒക്കെ നമ്മൾ പലപ്പോഴും അപകടത്തിൽപ്പെടാൻ സാധ്യത പരിചിതരായ അന്യന്മാരാണ്. നിങ്ങൾ ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. പരിചയമുള്ള അന്യന്മാർ, അത് പ്രത്യേകമായി നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ ഭീഷണിയാണെന്ന് നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവം വളരെ പ്രധാനമാണ്. ആളുകൾ ചോദിക്കാറുണ്ട്, എവിടെയാണ് ഇതിന്റെ പരിധി? ക്ലാസ്സിലുള്ള ഒരു കുട്ടിയോട് സംസാരിക്കാനുള്ള പരിധി എവിടെ? എന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനോട് സംസാരിക്കാനുള്ള പരിധി എവിടെ? ഞാൻ എന്നും പോകുന്ന എന്റെ വാഹനത്തിന്റെ ഡ്രൈവറോട് സംസാരിക്കാനുള്ള പരിധി എവിടെ? ആ പരിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്ക്, നിങ്ങളുടെ ബ്രദറിനോട്, ഭർത്താവിനോട്, വാപ്പയോട് ഇടപെടുന്നത് പോലെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയോട് ഇടപെടാൻ പാടുണ്ടോ എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ
ഇന്നലെയും സംസാരിച്ച പല സഹോദരിമാരും പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ക്യാമ്പസിൽ നാളെ ചെന്ന് ഇനി പുതിയൊരു സ്വഭാവത്തിൽ പെരുമാറുമ്പോൾ ആൺകുട്ടികൾ കൂടെ വന്നിരിക്കുന്നു, കയ്യിൽ പിടിക്കുന്നു, കൂടെ കളിക്കുന്നു, പരസ്പരം തല്ലുകൂടുന്നു. അത് നാളെ വെച്ച് നിർത്തിവെക്കുമ്പോൾ ഇവൾക്ക് എന്തു സംഭവിച്ചു എന്ന് ചോദിക്കില്ലേ? അപ്പൊ തൽക്കാലം മാറാൻ എന്താണ് മാർഗം എന്ന് പൊതുവെ ഒരു പെൺകുട്ടി ഈ കഴിഞ്ഞ സമയത്ത് കൗൺസിലിംഗ് സെന്ററിൽ ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് പറയാനുള്ളത്, അഡ്മിഷൻ കിട്ടിയ ഒന്നാമത്തെ ദിവസത്തെ ആദ്യത്തെ ഒരു ചോദ്യത്തിന്, നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചോദ്യത്തിന് നമുക്ക് ആവശ്യകരമായ മറുപടി പറയാൻ ഒരിക്കലും എതിർപ്പില്ല. പക്ഷേ ആ മറുപടി പറയുമ്പോൾ നാം കൂടെ 2-3 വാചകങ്ങൾ അധികം പറയുമ്പോൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് മനസ്സിലാകും. നാം നമ്മളോട് സ്വതന്ത്രമായി ഇടപെടാനുള്ള ഒരു പെർമിഷനാണ് കൊടുക്കുന്നത്. ആ പെർമിഷനോട് കൂടെ അതിന്റെ എല്ലാ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളും ലംഘിക്കപ്പെടും. ഏതു സന്ദർഭത്തിലും ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് ചില പരിമിതികളുണ്ട്, ഇയാളൊരു അന്യനാണ് എന്ന നിലക്ക് ആവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുക. ഈ സംസാരിക്കുന്ന ഒരു ആസ്വാദനത്തിനോ ഒരു ബന്ധം വർദ്ധിപ്പിക്കാനോ മനസ്സിലൊരു സ്വാധീനമുണ്ടാകാനോ ഉള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെ നാം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ആ ഒരു പരിധിയെ ലംഘിക്കാതിരിക്കാനും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഞാൻ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് കിട്ടാത്തതിന്റെ പേരിൽ ഇന്നും കണ്ണീർ കുടിക്കുന്ന, വേദനകൾ അഴവിറക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ ദമ്പതികൾ നാം പഠിച്ച അതേ ബെഞ്ചിലും നാം ഇരുന്ന അതേ ക്ലാസ് റൂമിലും കഴിഞ്ഞ് ഇന്ന് ദാമ്പത്യത്തിന്റെ നരക ജീവിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സമൂഹത്തിൽ അഭിമാനം നഷ്ടപ്പെട്ടവരുണ്ട്. ഇന്നും തന്റെ മക്കൾ ചോദിക്കുന്നു, അന്നുണ്ടായ പ്രണയ വിവാഹത്തിന്റെ അപകർഷത മക്കൾ വലുതായി വരുമ്പോഴും എങ്ങനെയായിരുന്നു വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹമെന്ന കഴിഞ്ഞ ചരിത്രം ഇന്നും മക്കൾക്ക് മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയാത്ത രക്ഷിതാക്കന്മാർ നിങ്ങളുടെ ക്യാമ്പസിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, ഒരു നല്ല ജീവിത സാഹചര്യത്തിൽ ഇത്തരം ഒരു ഗൈഡൻസിന്റെ വേദിയിൽ വരാൻ പറ്റിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ ആത്മാർത്ഥമായിരിക്കട്ടെ. കിട്ടുന്ന ഉത്തരങ്ങളെ മാനസികമായി ഉൾക്കൊള്ളുവാനും, ഇനി തിരിച്ചു പോകുന്ന ക്യാമ്പസ് നാം വന്ന ക്യാമ്പസ് തന്നെയാണ്, അതുകൊണ്ട് അവിടെ ഒരു പുതിയ ഒരു പെൺകുട്ടിയായി ജീവിക്കുവാനുള്ള മനക്കരുത്തോടുകൂടി, വിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവസരം തരുകയാണ്. നമ്മുടെ സുരക്ഷിതത്വം നാം എത്ര ശ്രദ്ധിച്ചാലും സുരക്ഷിതത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടം സംഭവിച്ചേക്കാം. ഇഹലോകത്തും പരലോകത്തും സ്വർഗതുല്യമായ, സ്വർഗീയമായ ഒരു മാനസികാവസ്ഥയും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനും സുരക്ഷിതമായി മരണം വരെയും മരണാനന്തരത്തിലും ജീവിക്കുവാനും നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ചോദ്യോത്തരങ്ങൾക്കുള്ള അവസരമാണ്. മൈക്ക് അവിടെ ലഭ്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാർക്ക് ചോദിക്കാവുന്നതാണ്. അസ്സലാമു ഞാൻ സുരയ്യ, BDS കാലിക്കറ്റ്. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ളതിന്റെ ലിമിറ്റ് എത്രയാണെന്ന് പറഞ്ഞു. എന്റെ മുഖവുരയിൽ വരേണ്ടിയിരുന്ന ഒരു കാര്യം തന്നെയാണ് അത്. അതായത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഒരു മഹറമായ, ശരിക്കത് ആ ഹദീസിന്റെ തുടക്കം തന്നെ, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഒരു മഹറമായ ഒരു പുരുഷന്റെ കൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെയെങ്കിലും ഒരു സ്ത്രീ, അവിടെ കൂടെ ആരുമില്ല, ഒറ്റക്കാണ് നിൽക്കുന്നത് എന്ന്, അതൊരു ബസ് സ്റ്റോപ്പിലാവട്ടെ എവിടെ ആവട്ടെ, അങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീ ശല്യപ്പെടുത്താനുള്ള സാധ്യതയും കൂടെ ആങ്ങളെയോ അല്ലെങ്കിൽ ഭർത്താവോ ഉള്ളൊരു സ്ത്രീയെക്കുറിച്ച് നോക്കി നിൽക്കുന്ന ഒരു പുരുഷന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ആ നൃത്തം തന്നെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിയാൻ നമുക്കൊരു പ്രശ്നമല്ല. ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഭർത്താവ് ഇവിടെ ഒറ്റയ്ക്ക് പോണ സ്ത്രീകളുണ്ടാവും. ആ സ്ത്രീകളൊക്കെ പലപ്പോഴും പല പ്രയാസങ്ങളും അനുഭവിക്കുന്നത് യാത്രാവേളകൾ നമ്മൾ എല്ലാവരും കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകുന്ന യാത്രയിൽ പോലും മഹറമായ, അതായത് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ബ്രദർ അല്ലെങ്കിൽ വാപ്പ, അങ്ങനത്തെ ആരെങ്കിലും ആളുകൾ കൂടെ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റൂല എന്നുള്ള ഇസ്ലാമിന്റെ ശക്തമായ ഒരു നിർദ്ദേശം തന്നെയാണ്. പക്ഷെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായും ഒരു സ്ത്രീയുടെ സുരക്ഷയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതുകൊണ്ട് ഒരു സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലത്ത്, ഇപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്നു, അവിടെ നിങ്ങളുടെ വാപ്പയില്ല, ആങ്ങളയില്ല, ആരുമില്ല. അപ്പോൾ എത്ര ദിവസമാണ് അവിടെ താമസിക്കുന്നത്? അവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സംവിധാനത്തിൽ മറ്റു നമ്മുടെ പെൺകുട്ടികളുടെ കൂടെ താമസിക്കുന്നതിലൊക്കെ അവിടെ സുരക്ഷിതത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് അത് അനുവദിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ പറയുന്ന ഒരു ബസ് ഒന്നിച്ച് യാത്ര ചെയ്യാണ്. യാത്ര ചെയ്യൽ ഇന്നലെ ഞാൻ വായിച്ചു, ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഒരു പുരുഷനായിട്ടുള്ളൂ, ഞങ്ങൾക്ക് പോകാൻ പറ്റൂ, വേറെ ആരെങ്കിലും ഒരു പുരുഷൻ കൂടെ ഇല്ലാതെ ബാക്കിയുള്ളതൊക്കെ ബസ്സിൽ സ്ത്രീകളാണ് പോകാൻ. അപ്പൊ ഇത്രയധികം സ്ത്രീകൾ ഒന്നിച്ചുണ്ടാകുമ്പോൾ അതവിടെ സുരക്ഷിതത്തിന് ഭീഷണിയാവാത്തത് കൊണ്ട് യാത്ര ചെയ്യാമെന്ന് തന്നെയാണ് ലോകത്തെ മഹാപണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണെങ്കിലും അന്യ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അത് എവിടെയാണെങ്കിലും ഉണ്ടാവും. നമ്മൾ പള്ളിയിൽ പോവുകയാണെങ്കിലും ഉണ്ടാവും, അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എവിടെയായാലും ഉണ്ടാവും. നമ്മൾ നമ്മുടെ സുരക്ഷിതത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കുക. അതോടൊപ്പം ഒരു രാത്രിയോ പകലൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രകളാണെങ്കിൽ അത് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും സ്വാഭാവികമായും ഒന്നില്ലെങ്കിൽ കൂടെ ഒന്നിച്ച് ഒരു കൂട്ടം സ്ത്രീകളായി യാത്ര ചെയ്യാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കൂടെ അല്പം ബുദ്ധിമുട്ടിയാലും ആരെങ്കിലും ഒരാൾ സുരക്ഷിതമായി ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു പരാമർശം, ഞാൻ സ്ഥലമൊന്നും പറയണ്ട, ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ള ഒരു സ്ഥലം പറഞ്ഞു, അവിടുത്തെ ഒരു കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ നമുക്ക് പൂർണ്ണമായും വിശ്വസിച്ചുകൂടാ എന്ന് ഒരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞപ്പോൾ ആ പരാമർശത്തെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പക്ഷേ ആ മഹാനഗരത്തിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം അത്രയും അപകടകരമാണ് എന്നതിന് തെളിവുകളോടുകൂടെയാണ് അവർ പറയുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് പരിചയമില്ലാത്തൊരു നാട്ടിൽ വർഷങ്ങളോളം ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം സംഭവിക്കാൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സുരക്ഷിത നിർദ്ദേശം എന്ന നിലയ്ക്ക് അത് നമ്മൾ പാലിക്കുന്നത് നമുക്ക് എപ്പോഴും നന്നായിരിക്കും. നിങ്ങൾക്കറിയാം, വലിയ അപകടങ്ങളിലും ദുരന്തങ്ങളിലും പെട്ട വാർത്തകൾ, സ്ത്രീകൾ പെട്ട വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വിളിച്ച് നിലവിളിക്കുമ്പോൾ സഹായിക്കാൻ ആളെത്താത്ത രംഗം നമ്മൾ പല പത്രങ്ങളിലും വായിച്ചിട്ടും നമ്മൾ അതിന്റെ മഹത്വം മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു മഹറമായ പുരുഷന്റെ കൂടെ മാത്രമേ ഒരു സ്ത്രീക്ക് ഒരു ദീർഘമായ യാത്ര, അല്പം നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഇസ്ലാമിന്റെ സുരക്ഷിതമായ നിർദ്ദേശം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അസ്സലാമലൈക്കും. എൻ്റെ പേര് ഫാത്തിമ അഹമ്മദ്. എനിക്ക് നമ്മുടെ മഹ്റം എന്ന് പറയുമ്പോൾ കസിൻസ് എല്ലാം നമുക്ക് വിവാഹം അനുവദിക്കപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പൊ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാം. ഈ വെക്കേഷനും കുടുംബ പരിപാടികളിലൊക്കെ തറവാടിൽ ഒരുമിച്ച് കൂടുന്നത്, അതുപോലെ തറവാട് ജീവിതം, ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി വിശദീകരിച്ചാൽ. അത് ഞാൻ പറഞ്ഞത്, പരിചിതരായ അന്യന്മാർ അവര് നമ്മുടെ ജീവിതത്തിൽ അപകടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അൽ ഹമു അൽ മൗത്ത്, ഭർത്താവിന്റെ സഹോദരൻ മരണമാണ്. ഇത് നമ്മുടെ കല്യാണങ്ങൾ, പൊതു ഫംഗ്ഷനുകൾ, നമ്മുടെ വീടുകളിൽ ഒക്കെ വരാം. ഒരു പക്ഷേ അല്പം ബോധമുള്ള രക്ഷിതാക്കന്മാരൊന്നും പ്രായപൂർത്തിയായ അന്യരായ പുരുഷന്മാരെ, മുതിർന്ന പെൺകുട്ടികളൊന്നുമില്ല വീടുകളിൽ അധിക സമയം തങ്ങാനോ താമസിക്കാനോ ഒക്കെ അനുവദിക്കാതിരുന്നേക്കാം. പക്ഷെ നമ്മുടെയൊക്കെ നാടുകളിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മള് ഏറ്റവും നമ്മുടെ എളാപ്പയുടെയും മൂത്താപ്പയുടെയും, അത് വാപ്പന്റെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കളൊക്കെ ആങ്ങളമാർന്നാണ് പറയാ, ബ്രദേഴ്സ് തന്നെയാണ് പറയാ. സത്യത്തിൽ അവർക്ക് നമ്മളെ വിവാഹം കഴിക്കാൻ പറ്റും. നിങ്ങളുടെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ മകൻ അല്ലെങ്കിൽ അനുജന്റെ മകൻ, എളാപ്പയുടെ മൂത്താപ്പയുടെ മക്കൾക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. നിങ്ങളുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിമാരും അനുജത്തിമാരുമായ ആളുകളുടെ മക്കൾക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ. നാളെ ഒരു അന്യനായി വന്ന് നിങ്ങളെ വിവാഹം അന്വേഷിക്കാൻ പറ്റുന്ന ഒരാളെ മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്യുന്നു, അയാളുടെ കൂടെ കല്യാണത്തിന്റെ ഫംഗ്ഷനിൽ ഒഴിഞ്ഞു നിന്ന് മണിക്കൂറുകളോളം സംസാരിക്കുന്നു, ഏത് നിലക്കും സ്വന്തം ആങ്ങളയോട് പെരുമാറുന്ന പോലെ എന്ത് ചെയ്യുന്നു, കളിയും തമാശകളും ചിരികളുമാകുന്നു. നാം ചിന്തിക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ചിന്തകളൊന്നുമില്ലെങ്കിലും രണ്ടാളുകളാകുമ്പോൾ അയാളുടെ മനസ്സിൽ എന്ത് നമുക്ക് പറഞ്ഞുകൂടാ. മാത്രമല്ല, ഒരു അന്യ പുരുഷനോട് എങ്ങനെ നിലനിൽക്കണോ അങ്ങനെ തന്നെ പറ്റുള്ളൂ. അപ്പൊ അവിടെ എല്ലായിടത്തും പാലിക്കാൻ പറ്റിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഞാൻ നിനക്കൊരു അന്യ സ്ത്രീയാണ് എന്ന് നമ്മളുടെ സംസാരത്തിലും ഭാവത്തിലും അയാൾക്ക് ബോധ്യപ്പെടണം. അതന്നെയാണ് പെരുമാറ്റത്തിന്റെ അവസ്ഥ. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. നാം ക്ലാസ്സിൽ ഇരിക്കുന്നു, ഒരാള്, അല്ലെങ്കിൽ നമ്മൾ കല്യാണ പന്തലിൽ ഇരിക്കുന്നു, ഒരാൾ കയറി വന്നു. ആ കയറി വന്ന ആൾ ആരാണ്? നമ്മൾക്ക് അന്യനാണ്. അത് മൂത്താപ്പയുടെ മകനാണ്. അപ്പൊ വന്നാൽ ഒരു വിശേഷം ചോദിക്കും, എപ്പോഴാണ് എത്തിയത് ചോദിക്കാൻ ഒരു പരിചയമില്ല.
അപ്പൊ നമ്മൾ ആ എത്തിയ ടൈം പറഞ്ഞു. ആ ടൈം പറഞ്ഞതിനു ശേഷം അടുത്ത 2-3 ചോദ്യങ്ങളും വിശദീകരണങ്ങളും പറയുമ്പോൾ അതിലൊരു പെർമിഷൻ ഉണ്ട്, നമുക്ക് അല്പസമയം സംസാരിക്കാമെന്നാണ്. അത് ആവശ്യങ്ങളോ അനാവശ്യങ്ങളോ ഒന്നുമില്ല. ആ സംസാരത്തിന് നമ്മൾ സന്നദ്ധമാകുന്നതോട് ആ വാക്ക് പറഞ്ഞു, നമ്മൾ ഇനി താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ അത് അത്ര ഇഷ്ടപ്പെടുന്നു. അവിടെ നാം നമ്മളുടെ വാതിൽ അടച്ചു, നമ്മളിലേക്കുള്ള എൻട്രി അവിടെ ക്ലോസ് ചെയ്തു. അങ്ങനെ ക്ലോസ് ചെയ്യാത്തിടത്തോളം കാലം അത് അവിടെ അവസാനിക്കില്ല. നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മഹ്റമല്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരവസരം കൊടുക്കാതിരുന്നാൽ ആദ്യത്തെ നിരാകരണം ജീവിതത്തിൽ എന്നുമുള്ള നിരാകരണമായി തീരും. ക്ലാസ്സിൽ ഫസ്റ്റ് ബാച്ചിൽ വന്ന് 1ാമത്തെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ മറ്റു പെൺകുട്ടികളിൽ നിന്നും ഒരു മര്യാദക്കാരിയാണെന്ന് വേഷത്തിലും സംസാരത്തിലും മനസ്സിലായി കഴിഞ്ഞാൽ ആ കോഴ്സ് തീരുന്ന 6 വർഷം വരെയും നിങ്ങളോട് അങ്ങനെ അവർ പെരുമാറും. എങ്ങനെ നാം പെരുമാറുന്നുവോ അങ്ങനെ തിരിച്ചു പെരുമാറപ്പെടും. അതുകൊണ്ട് നമ്മുടെ കല്യാണത്തിൽ വരുന്നവരായിരുന്നാലും വീട്ടിൽ വരുന്നവരാണെങ്കിലും ഞാൻ അങ്ങനെ അന്യപുരുഷനോട് ഇടപെടൂ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ പ്രതികരണങ്ങളെ കൊണ്ടാവണം. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. സൂറത്തു അൽ അഹ്സാബ് 53-ാമത്തെ ആയത്ത്. ശരിക്കും ഇത് എല്ലാ പണ്ഡിതന്മാരും അന്യ സ്ത്രീ പുരുഷന്മാർ പെരുമാറുന്നതിന്റെ മാനദണ്ഡമായി പറയുന്ന ഖുർആൻ വചനമാണ്. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആ സ്ത്രീകളോട് ചോദിക്കുകയാണെങ്കിൽ, ഒരാവശ്യം എന്തെങ്കിലും തരാനോ വാങ്ങാനോ നിങ്ങൾ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു മറക്ക് പിന്നിൽ നിന്നാവട്ടെ എന്നാണ്. ഇത് പ്രവാചകന്റെ പത്നിമാരുടെ നിർദ്ദേശമാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ബന്ധപ്പെടുമ്പോൾ ഒരു പുരുഷനും ബന്ധപ്പെടുന്ന പോലെയല്ല, ഒരു സ്ത്രീയും ബന്ധപ്പെടുന്ന പോലെയല്ല. അവിടെ ഒരു ചെറിയ മറ, ഒരു ചെറിയ തടസ്സം അവിടെയുണ്ട്. ആ ഒരു തടസ്സമുണ്ട് എന്ന് പെരുമാറുമ്പോൾ നമുക്ക് തോന്നണം. ഞാൻ പറഞ്ഞ മറഞ്ഞു നിന്ന് ചോദിച്ചാലും മറഞ്ഞു നിന്ന് ചോദിച്ചില്ലെങ്കിലും ഞാനും നീയും എന്താണ് ഒരല്പം ഒരകലം പാലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത്, അപ്പൊ ചെറിയൊരു പ്രശ്നം, ഒരു സ്ത്രീയോട് എപ്പോഴും ഒരു പുരുഷനോട് മറ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അത് കുറച്ചധികമായി പോയോന്നാണ്. അധികമായി പോയില്ല. ഖുർആന്റെ പ്രയോഗം ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. ആ പെരുമാറുന്ന സമയത്ത് ആ സ്ത്രീക്കും പുരുഷനും അവരുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിക്ക് നല്ലത് ആ ഒരു അകലം പാലിക്കൽ തന്നെയാണ്. മനസ്സിന് വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഏത് പെരുമാറ്റങ്ങളും, ഒരു സ്ത്രീയുടെ സംസാരം, ഒരു പുരുഷന്റെ പെരുമാറ്റം, ഏതും നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കും. അത് മനസ്സിൽ രോഗമുണ്ടാക്കും. ആ രോഗവും സംശയങ്ങളും അത്തരമുള്ള തെറ്റായ വിചാരങ്ങളും നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചാൽ അത് മനസ്സിൽ ഒരു പ്രശ്നമായി അവശേഷിക്കും. അത് നമ്മുടെ എല്ലാ സ്വസ്ഥതയെയും കെടുത്തിക്കാട്ടും. അതുകൊണ്ട് മനസ്സിന്റെ പരിശുദ്ധിക്ക് നല്ലത് നമ്മുടെ മനസ്സിൽ മറ്റൊരു അന്യപുരുഷനോ അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീയോ കടന്നു വരുന്ന അവസരങ്ങൾ ഇല്ലാതാക്കി നമ്മുടെ മനസ്സിനെ എപ്പോഴും പരിശുദ്ധമായി നിർത്തിയാൽ ഒരു സ്വസ്ഥവും സമാധാനകരവുമായ വിശുദ്ധമായൊരു ജീവൻ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് ബന്ധപ്പെടുമ്പോൾ ആ ഒരകലം പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒരകലമുണ്ടെന്ന് പെരുമാറ്റ സന്ദർഭത്തിൽ ഒരു അന്യപുരുഷൻ തോന്നണം. എന്നോട് അവൾ ഒരകലം പാലിക്കുന്നു എന്ന് തോന്നൽ, ആ രൂപത്തിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് നമ്മുടെ സുരക്ഷിതത്തിന്റെ പ്രധാനമാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന നിർദ്ദേശമാണ്. നമ്മൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ആയിഷ ഹുസൈൻ. ഞാൻ കോയമ്പത്തൂർ RVS ഹോമിയോപ്പത്തിക് മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വിഷയം വിവാഹം സംബന്ധിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പണ്ട് ഒരു 10ാം ക്ലാസ് മതിയായിരുന്നു നല്ലൊരു ജോലി കിട്ടാൻ. പക്ഷെ പിന്നീട് അതൊരു പ്രീ ഡിഗ്രി ആയി മാറി, +1 +2 ബേസി ആയി മാറി, പിന്നെ അതൊരു ഡിഗ്രി ആയി. ഇന്നിപ്പോൾ നമ്മൾക്ക് അറിയുന്നത് പോലെ അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മാതാപിതാക്കൾ തന്നെ സ്വന്തം മകളെ വിവാഹം ചെയ്യാൻ ഒരു പ്രപ്പോസൽ വന്നാൽ ആ കുട്ടി ഡിഗ്രി ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ അവരുടെ മനസ്സ് വിഷമിക്കും, മുഖം ചുളിയും. ഈ ഒരു കുട്ടിക്ക് എന്റെ മോളെ വിവാഹം ചെയ്ത് കൊടുക്കണമല്ലോ എന്നുള്ളൊരു ഫാക്ട് കൊണ്ട്. അതേസമയം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ സന്തോഷപൂർവ്വം വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ നിലയിൽ നല്ലൊരു സത്യവിശ്വാസിയായ ഒരു യുവതി
എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഇങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിൽ ഇവർ എങ്ങനെ സിനയിൽ നിന്ന് തടയപ്പെടും? ഒരു 15 വയസ്സായപ്പോൾ തന്നെ പ്രായപൂർത്തിയാവുകയാണ്. എന്നിട്ട് വിവാഹം ചെയ്യുന്നത് ഒരു 29-30 വയസ്സിൽ. അപ്പോൾ ഇത്രയും കാലയളവ് വരെ നോമ്പ് എടുക്കണം, അവർ ആ നോമ്പിലായിരിക്കണം എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കബിലിറ്റി അല്ല. അപ്പൊ ഈ കേസിൽ മാതാപിതാക്കൾ ഇങ്ങനെ നിലപാടെടുക്കുന്നെങ്കിൽ എന്തായിരിക്കണം മക്കളുടെ ഒരു റിയാക്ഷൻ? ഇത് പറഞ്ഞാൽ ഞാൻ ചോദ്യത്തിൽ മനസ്സിലാക്കുന്നത്, ഒരു പെൺകുട്ടിക്ക് മുമ്പത്തേതിനേക്കാളും ദീർഘമായി പഠിക്കുമ്പോൾ മാത്രമേ ഒരു നല്ലൊരു ഡിഗ്രി കരസ്ഥമാക്കാനും നല്ലൊരു ജോലി കിട്ടാനും സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ മുമ്പ് കാലഘട്ടങ്ങളിൽ നേരത്തെ വിവാഹമാകാമായിരുന്നു. ഇപ്പോൾ നേരത്തെ വിവാഹം നടത്താൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അത്രയും ഒരു ദീർഘകാലം വിവാഹിതയല്ലാതെ തന്റെ ഒരു സുരക്ഷിതത്വം പാലിച്ച് മുന്നോട്ട് പോവാൻ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ പറ്റും? അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അവളുടെ രക്ഷിതാവ് എന്ത് നിലപാടെടുക്കണം എന്നാണ് ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ വെറുതെ നിങ്ങളോട് ആദ്യം ഒരു ഇത് പറയാണ്. ഇപ്പോൾ ഒരു MBBS കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്തോട് നല്ലൊരു PG ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറത്തിറങ്ങിയിട്ട് പ്രയോജനമുള്ളൂ എന്നൊരു അവസ്ഥ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെങ്ങളിലൊക്കെ PGക്ക് പഠിക്കുന്ന മിക്കവാറും പെൺകുട്ടികൾ അവിടെ ഫ്ലാറ്റ് എടുത്ത് ഭർത്താവിനോടൊപ്പം കുട്ടികളോടൊപ്പം വേലക്കാരെയോ ഉമ്മയെയോ കൂടെ താമസിച്ച് അവര് PGയുടെ ഏറ്റവും ഉയർന്ന കോഴ്സുകൾ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, കുട്ടികളും കുടുംബവും ഭർത്താവും എല്ലാം കോഴ്സുകൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുമെങ്കിൽ ഏറ്റവും പ്രയാസമുള്ളത് ഡിഗ്രിനേക്കാളും പ്രയാസമാണല്ലോ ഒരു PG കോഴ്സ് ചെയ്യാറ്. അപ്പൊ എങ്ങനെയാണ് ഇത് പറ്റുന്നത്? അപ്പോഴെങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഞാൻ പറഞ്ഞത്, ഒരു ഡിഗ്രി കോഴ്സിന് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഭർത്താവും കാര്യങ്ങളും ഒക്കെ പ്രശ്നമാണെങ്കിൽ ഏറ്റവും വലിയൊരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്നാൽ തൽക്കാലം എന്ത് ചെയ്യും, ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു കോഴ്സ് വേണ്ട, ഉള്ള കോഴ്സ് കൊണ്ട് സംതൃപ്തിപ്പെട്ടു പോകാമെന്ന് പോലും ചിന്തിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, അത് പ്രയാസകരമാണെന്ന് ആരോ പറഞ്ഞതോ നമ്മൾ ആരെയോ തെറ്റിദ്ധരിപ്പിച്ചതോ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. സ്വാഭാവികമായും ഞങ്ങൾ പഠിപ്പിക്കുന്ന കോളേജിലും നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും വിവാഹിതരായ എത്രയോ പെൺകുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വിവാഹം എന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ രക്ഷിതാവിന് വിവാഹം നടത്തേണ്ടതായിരിക്കും, കുട്ടിക്ക് നടത്തണമെന്നായിരിക്കും. അതുകൊണ്ട് വിവാഹം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കോഴ്സ് കഴിയട്ടെ എന്ന നിലയ്ക്ക് രക്ഷിതാക്കന്മാർ വിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതും, പിന്നെ രക്ഷിതാക്കന്മാർ ആഗ്രഹിച്ച് ഒരു വിവാഹം നടത്തണമെന്ന് ആഗ്രഹിച്ച് അന്വേഷിക്കുമ്പോൾ അതിൽ വാശി പിടിച്ച് വിവാഹം വേണ്ടെന്ന് പറയുന്നതിനും ഇസ്ലാമികമായൊരു പിന്തുണ ലഭിക്കുമോ എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഈ വിവാഹത്തിന് വേണ്ടി അവസരങ്ങൾ ഉണ്ടായിട്ടും വേണ്ടെന്ന് വെക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മവിശുദ്ധിയിലോ നാളെ പരലോകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മതയിലോ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ പറയുന്ന കാലത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ ഒരു അപകടം നമ്മൾ അപ്പുറത്ത് കാണുന്നു. ഇന്ന് ക്യാമ്പസുകളിൽ ബഹുഭൂരിപക്ഷം കുട്ടികളും അഫയറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമല്ലേ? നിങ്ങൾ കാണുന്ന സത്യമല്ലേ? അതിന്റെ അടിസ്ഥാനം എന്താണ്? ഒരു പുരുഷനെ എനിക്ക് വേണമെന്നാണ്. ഈ ഒരു സുരക്ഷയെക്കുറിച്ച് പറയുന്ന, ഭർത്താവ് വേണ്ടെന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ആ സൂക്ഷ്മത പാലിക്കാൻ എന്തുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല? ഇസ്ലാമിന്റെ നിയമവും പ്രകൃതിപരമായ നിയമവും തേടുന്നത് പ്രായപൂർത്തിയായാൽ ഒരു പുരുഷനെ തേടുന്നു എന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരു പുരുഷൻ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ മനസ്സമാധാനത്തിനും മനസ്സിന്റെ കരുത്തിനും ജീവിതത്തിന്റെ എല്ലാ അപൂർണതകൾക്കും പരിഹാരമാണ്. ലിതസ്കുനു ഇലൈഹിന്ന, അവർ ശരിക്കുള്ള മനസ്സിന്. അതുകൊണ്ട് ഒരു വിവാഹത്തിന് സമയമാകുമ്പോൾ, ഒരു വിവാഹത്തിന്റെ അന്വേഷണങ്ങൾ വരുമ്പോൾ പിന്നെ പെൺകുട്ടികളും അതേപോലെ തന്നെ രക്ഷിതാക്കന്മാരും അതിനനുകൂലമായി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. പ്രവാചകന്റെ വചനവും അതാണുള്ളത്. അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും എതിരാവേണ്ട. ഞാൻ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. ജോലിയെക്കാളും പ്രധാനം വിവാഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോലി നമ്മുടെ സാമ്പത്തികമായൊരു സപ്പോർട്ട് മാത്രമാണ്. വിവാഹത്തിലൂടെയുള്ള ഭർത്താവ് ജീവിതത്തിന്റെ മുഴുവൻ ഭാഗത്തുമുള്ള സപ്പോർട്ടാണ്. ഭർത്താവ് എന്ന വിവാഹം എന്നത് ജീവിതത്തിന്റെ സമ്പൂർണ്ണ സുരക്ഷിതത്വം, ജോലി എന്നത് സാമ്പത്തിക സുരക്ഷിതത്വം മാത്രമാണ്. സാമ്പത്തിക സുരക്ഷിതത്വം, തന്റെ ഭർത്താവിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം യഥാർത്ഥത്തിൽ അവൻ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്ത ഭാര്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റണമെന്ന് മാത്രം. എന്റെ ഭാര്യയ്ക്ക് എത്ര ശമ്പളമുണ്ടെങ്കിലും ആ ശമ്പളം അവളുടേതാണ്.
എന്റെ ശമ്പളം എന്റെ കുടുംബത്തിന് മുഴുവൻ അർഹതപ്പെട്ടതാണെങ്കിൽ എന്റെ ഭാര്യയുടെ ശമ്പളം അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവൾ എന്റെ കൂടെ ജീവിക്കുന്നു എന്നുള്ളത് ശരി, അവളുടെ വരുമാനം അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മുടെ കുടുംബം കുറച്ച് പ്രയാസപ്പെടുകയാണല്ലോ, നീ എനിക്ക് കുറച്ച് പണം തരണം എന്ന് നമുക്ക് വായ്പ ചോദിക്കാം, കടം ചോദിക്കാം, അവൾക്ക് ധർമ്മമായി തരാം, സമ്മാനമായി തരാം. പക്ഷെ അവളുടെ സ്വത്ത് അവളുടേതാണ്. പക്ഷെ എന്റെ സ്വത്ത് എന്റെ ഭാര്യയുടേത് കൂടെയാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഒരു ജോലി നല്ലതാണ്, നമുക്ക് വരുമാനമുണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ വിവാഹമെന്ന ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാറ്റിനെയും ചൂട് നിൽക്കുന്ന ആ ഒരു വലിയ സംഗതിയെ ഭംഗിയായും നമ്മുടെ ചോയ്സോടുകൂടെയും താല്പര്യത്തോടുകൂടെയും നിർവഹിക്കാൻ നമ്മുടെ ജോലി തടസ്സമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നാളെ വിവാഹം വേണമെന്നല്ല, വിവാഹാന്വേഷണങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അവളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലെന്ന് നമ്മൾ രക്ഷിതാക്കന്മാരും പറയാതിരിക്കുക. ഏത് അന്വേഷണങ്ങളെയും നമ്മൾ താല്പര്യപൂർവ്വം എടുക്കുക. 100 അന്വേഷണങ്ങൾ വരുമ്പോൾ നമുക്ക് പറ്റുന്ന 1-2 ഉണ്ടാവും. ചിലപ്പോൾ വരുന്ന അന്വേഷണങ്ങൾ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മുടെ എല്ലാ കണ്ടീഷനുകളും പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒരു വിവാഹം കഴിക്കുന്നത് എപ്പോൾ എന്ന് വെച്ചാൽ വിവാഹത്തിന് പറ്റാവുന്ന ഒരാൾ വരുന്നത് എപ്പോൾ, അപ്പോൾ ഞാൻ വിവാഹം കഴിക്കും. എന്റെ ജീവിതത്തിനും എന്റെ പഠനത്തിനും സുരക്ഷിതമായ ഒരാൾ എന്ന് വരുന്നുവോ അന്ന് ഞാൻ വിവാഹിതയാകും എന്ന് തീരുമാനിക്കുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഞാൻ എൻ്റെ ചോദ്യം വ്യക്തമാക്കിയിട്ടുണ്ടായില്ലായിരിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് ഒരു പുരുഷന്റെ ജോലിയെ കുറിച്ചാണ്. സ്ത്രീ ജോലി ചെയ്യണം എന്നുള്ളതല്ല. ഒരു പുരുഷൻ, ഡിഗ്രിയുള്ള ഒരു പുരുഷൻ വരികയാണെങ്കിൽ മാതാപിതാക്കൾ ആ ഒരു സ്ത്രീക്ക് വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അവർ സമ്മതിക്കുന്നില്ല. കാരണം ആ പുരുഷൻ ഒരു ഡിഗ്രിക്കാരനാണ്. അതേസമയം ആ പുരുഷൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കാരനായിരുന്നെങ്കിൽ മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. പക്ഷെ ഈ സ്ത്രീക്ക്, ഈ പെൺകുട്ടിക്ക് വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ എന്താണ് ഈ സ്ത്രീ ചെയ്യേണ്ടതെന്നാണ് എന്റെ ചോദ്യമായിരുന്നു. ഇതൊരു ഒരാളുടെ ജീവിത സാഹചര്യം, അയാളുടെ സൗന്ദര്യം, അയാളുടെ സാമ്പത്തിക ശേഷി, ഡിഗ്രി, ഇതൊക്കെ എന്താന്ന് വിചാരിച്ചാൽ ആരാണ് വിവാഹിതരാകുന്നവരുടെ സമ്മതമാണ്. ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ആ പെൺകുട്ടിന്റെ സമ്മതം വേണം. എങ്കിലും രക്ഷിതാക്കന്മാർക്ക് അത് നിർവഹിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു പെൺകുട്ടിക്ക് സമ്മതമില്ലാത്തൊരു വിവാഹം നടത്തി കൊടുക്കാൻ രക്ഷിതാവിന് പറ്റില്ല. ഇനി സമ്മതിക്കാതിരിക്കുന്നതിന് ഒരു കാരണമാണ്. അപ്പോ എന്നെ വിവാഹം കഴിക്കുന്നതിന് എനിക്കൊരു ഡിഗ്രി മതി, ഞാൻ PG ഉണ്ടെങ്കിലും എനിക്ക് ഡിഗ്രി മതി എന്നൊരു പെൺകുട്ടി തൃപ്തിപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇയാൾ മതി എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ജീവിത പങ്കാളിയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിന് അനുകൂലമായി രക്ഷിതാക്കന്മാർ തന്റെ കുട്ടിക്ക് മതപരമായോ ഭൗതികമായോ ദോഷമല്ലാത്ത ഒരു കാര്യത്തിന് മാതാപിതാക്കന്മാർ ഒരിക്കലും എതിര് നിൽക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായ കാരണമില്ലാതെ എതിര് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ വിവാഹം കഴിക്കുന്ന പുരുഷൻ ഡിഗ്രി ഉള്ളവനായാൽ മതിയോ, അല്ലെങ്കിൽ ഇത്ര സൗന്ദര്യം മതിയോ, അല്ലെങ്കിൽ ഇന്ന ഒരു പ്രദേശത്ത് മതിയോ എന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനിക്കാൻ ഒരു പെൺകുട്ടിക്ക് പറ്റും, അനുവാദമുണ്ട്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ രക്ഷിതാക്കന്മാരെ ബോധ്യപ്പെടുത്തക്ക വിധത്തിൽ റീസണബിളായി കാരണത്തോടു കൂടെ നമുക്ക് പറയാൻ പറ്റണമെന്ന് മാത്രം. പക്ഷേ രക്ഷിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ വേറൊരു വശം ഞാൻ കാണുന്നുണ്ട്. എപ്പോഴും ഒരു അപകർഷതാബോധം. എന്റെ വൈഫ് പൊതുവെ പ്രൊഫഷണൽസിലൊക്കെ ഒന്ന് കാണുന്നൊരു സംഗതിയാണെന്ന്, ഒരാൾ ഒരു MBBS ഉള്ള ആളാണ് ഭർത്താവ്, ഭാര്യ നല്ലൊരു PG ഹോൾഡർ ആണെങ്കിൽ എപ്പോഴും അയാൾക്കൊരു അപകർഷതാബോധം. അവൾ എന്നെക്കാളും ഒരു പദവി ഉള്ളതുകൊണ്ട് അവളുടെ പെരുമാറ്റത്തിൽ പ്രശ്നമുണ്ടോ, സ്വഭാവത്തിൽ പ്രശ്നമുണ്ടോ, എന്നോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു വിനയത്തിൽ പെരുമാറുന്നില്ല എന്നൊക്കെയുള്ള ഒരു അപകർഷതാബോധം ഒരു പക്ഷേ കുടുംബത്തിന് തന്നെ പിന്നീട് പ്രയാസകരമായി തീർന്നേക്കാം. ദീനുണ്ടെങ്കിൽ പ്രശ്നമല്ല, ഒരു മതബോധം ഉണ്ടെങ്കിൽ ഏതിനെയും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം വരുമോ എന്ന് നമ്മൾ ചിന്തിക്കാം. അല്ലാത്തൊരവസ്ഥയിൽ ഒരു പുരുഷൻ ഒരു ജോലിയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു വരുമാനവുമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും എനിക്ക് വിശ്വസ്തനായ ഒരു പുരുഷൻ നിലനിൽക്ക് ഒരു സ്ത്രീ സമ്മതിക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിനൊരു വിരോധവും ആ കാര്യത്തിലില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് ഇത്തരം വിവാഹങ്ങളുമായ ആളുകൾ മനസ്സ് പൊരുത്തപ്പെടുന്ന എപ്പോഴാച്ചാൽ അഫയറുകൾ ഉണ്ടാകുമ്പോഴാണ്. പ്രായം അവിടെ പ്രശ്നമല്ല. എന്താ കുറച്ച് പ്രായ കൂടുതലുണ്ടെങ്കിൽ എന്താ പ്രശ്നം, പ്രായക്കുറവുണ്ടെന്ന പ്രശ്നം, അയാൾക്ക് ഡിഗ്രി മാത്രമാണെങ്കിൽ എന്താ പ്രശ്നം, അയാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ എന്താ പ്രശ്നം, എനിക്ക് വരുമാനമുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ചോദ്യം പലപ്പോഴും അങ്ങനെ വരില്ല. ഒരു നോർമൽ അവസ്ഥയിൽ പലപ്പോഴും തന്നെക്കാളും യോഗ്യനായ ഒരാളാവട്ടെ തന്റെ ഭർത്താവ് എന്നാണ് സാധാരണ ചിന്തിക്കാറുള്ളത്. അസ്സലാമലൈക്കും. ഞാൻ കോഴിക്കോട്ടുനിന്ന് വരുന്നത്. എൻ്റെ പേര് സ്വാലിഹ എന്നാണ്. ഞാൻ 10 വർഷത്തോളമായി പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി. എനിക്ക് 3 കുട്ടികളാണ് ഉള്ളത്. അപ്പം ഞാൻ ഈ പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്നതുകൊണ്ട് എൻ്റെ സ്വർഗം നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട്. രണ്ടാമത് ഞാൻ കൺവേർട്ട് ചെയ്തതാണ്. അതുകൊണ്ട്
എനിക്ക് ഉംറക്ക് പോകാൻ വർഷങ്ങളോളമായി ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആരെ കൂടെ ഉംറക്ക് പോകണം എന്നറിയാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ്. അതിനുള്ളൊരു ശക്തമായ മറുപടി എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മഹ്റമായ ഒരു പുരുഷൻ കൂടെ വരാനില്ല, ഹജ്ജിന് ഉംറക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, ഞാൻ എന്തു ചെയ്യുമെന്നാണ്. സ്വാഭാവികമായും ആഗ്രഹം ആരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മഹ്റമില്ലാത്തൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉംറയോ അല്ലെങ്കിൽ ഒരു ഹജ്ജോ ഇസ്ലാമികമായ ഒരു ബാധ്യതയല്ല. അവരത് ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് അവരൊരിക്കലും കുറ്റക്കാരിയാവില്ല. പിന്നെ സ്വാഭാവികമായും ആരെങ്കിലും ഒരു മഹ്റമല്ലാത്ത രൂപത്തിൽ ഹജ്ജിനോ ഉംറക്കോ പോയാൽ ആ യാത്ര ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും ആ പോയ കാര്യം അള്ളാഹു സ്വീകരിച്ചേക്കാം എന്നു തന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഒരു മഹ്റമല്ലാതെ ഒരു സ്ത്രീ ഹജ്ജിന് പോയി എന്ന് വിചാരിക്കുക, ആ ഹജ്ജോ ഉംറയോ അവിടുന്ന് സ്വീകരിക്കപ്പെട്ടേക്കാന്നാണ്. പിന്നെ ഇമാം ഷാഫിയെ പോലെയുള്ള പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും പറഞ്ഞത്, ഈ ഹദീസിന്റെ താല്പര്യം സുരക്ഷിതത്വമാണ്. അതുകൊണ്ട് സ്ത്രീക്ക് സുരക്ഷിതത്വമുള്ള നിലക്ക് ഒരു സ്ത്രീയുടെ കൂട്ടത്തിലോ ഒരു സ്ത്രീ സംഘത്തിലോ ആയിക്കൊണ്ട് ഒരു സ്ത്രീ അങ്ങനെ ഹജ്ജിനോ ഉംറക്കോ പോയാൽ അത് ഇസ്ലാമിക വിരുദ്ധമാവില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇതിന്റെ അള്ളാഹുവിന്റെ ആ നിയമങ്ങളെ അതുപോലെ പാലിക്കുക എന്ന നിലക്ക് ആ ഹദീസിന്റെ പരിധിയിൽ നിന്ന് നാം പോകാതിരിക്കുന്നു എന്നുള്ളത് തെറ്റല്ല. എന്നാൽ അതിനു മാത്രം ഒരാഗ്രഹവും താല്പര്യവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ത്രീ സംഘത്തിൽ യാത്ര ചെയ്യുന്നതിന് വിരുദ്ധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ വാക്കുകളെ വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ആ കാര്യത്തിൽ ഫസ്തഫ്തി നഫ്സക്കി, നമ്മുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചാണ് ആ തീരുമാനം എടുക്കേണ്ടത്. ഹദീസിന്റെ നബിവചനത്തിന്റെ ബാഹ്യാർത്ഥം നോക്കിയാൽ പോകാതിരിക്കലാണ് സുരക്ഷിതത്വം. പക്ഷെ അങ്ങനെ പോകുന്നവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുമെന്നുള്ള പണ്ഡിതന്മാരുടെ ഫത്വകളും, അതേപോലെ തന്നെ ഒരു സുരക്ഷിതത്വം ഉദ്ദേശിച്ചുകൊണ്ട് സുരക്ഷിതമാണ് യാത്ര എങ്കിൽ പോകുന്നത് കൊണ്ട് വിരോധമില്ല എന്ന ആ വാക്കുകളെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റുഡൻസ് മാത്രമാണ് ഈ സെഷൻ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് സ്റ്റുഡൻസിന്റെ അവസാനത്തെ ഈ സെഷൻ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ബാക്കിയുണ്ട് എന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇത്തരമൊരു പരിപാടിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ പറയുക സാധ്യമല്ല. അതുകൊണ്ട് അവസാനത്തെ ചോദ്യം. എൻ്റെ പേര് ജസ്ന, MSc സൈക്കോളജി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഞാനൊരിക്കൽ എൻ്റെ ഫ്രണ്ടിനോട് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ഉപദേശിച്ചപ്പോൾ അവൾ എന്നോടൊരു സംഭവം പറഞ്ഞു. ബസ് സ്റ്റോപ്പിൽ പർദ്ദ ധരിച്ച് വലിയ സലഫി മഫ്തൊക്കെ ഇട്ടൊരു സ്ത്രീ പൂവാലന്മാരുടെ ശല്യത്തിന് ഇരയായ സംഭവം. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ എന്താ മറുപടി പറയാ? നമ്മൾ അപൂർവമായിട്ടുള്ള കാര്യങ്ങളെ അല്ല നമ്മളൊരു തത്വമായി സ്വീകരിക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, വേഷത്തിന്റെ സുരക്ഷിതത്വം ഇല്ലാത്തതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട ആയിരക്കണക്കിന് സഹോദരിമാർ നമുക്ക് തെളിവായി അനുഭവമായി നമ്മളോട് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു പൂർണ്ണമായൊരു വസ്ത്രധാരണം സ്വീകരിച്ച ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു എന്നത് നമ്മൾ ഒരു തെളിവായി പറയാൻ പാടില്ല. കാരണം ഒരു സ്ത്രീയാണ്, ഏത് വേഷം ധരിച്ചാലും ഒരു സ്ത്രീയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു സാഹചര്യം, 3 വയസ്സായ ഒരു കുട്ടിയെ എടുത്തുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തു സാഹചര്യമാണുള്ളത്? ഒരു സ്ത്രീത്വത്തിന്റെ യാതൊരു വിധത്തിലുള്ള ആകർഷണീയതയും തോന്നാത്ത, ഒരിക്കൽ പോലും ഒരു മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനോട്, ഒരു സ്ത്രീയോട് തോന്നുന്ന വികാരം, ഒരു പിഞ്ചു കുഞ്ഞിനോട് തോന്നുന്ന വികാരം, ഈ വികാരങ്ങളൊക്കെ ഏതു തരത്തിലുള്ള വികാരങ്ങളാണ്? അതൊരു കാമത്തിന്റെ വികാരമായി മാറുന്നുവെങ്കിൽ ആരെക്കുറിച്ചും അത്തരം ചിന്തകൾ ചിന്തിക്കാൻ രോഗികളായ ആളുകൾക്ക് പറ്റും. അത്തരം അപൂർവമായ ഒരു കാര്യത്തെ എടുത്ത് പൊതുവൽക്കരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ്, ഈ ഇരിക്കുന്ന മുഴുവൻ പെൺകുട്ടികൾക്കും പറയാൻ പറ്റും, നമ്മളുടെ ചുരിദാർ അത് അതിന്റെ ടോപ്പ് പൊളിക്കാതെ, ദേഹത്ത് ഒട്ടിച്ചേരാതെ, ഉള്ളിലെ അടിവസ്ത്രങ്ങൾ കാണുന്ന വസ്ത്രങ്ങൾ, ബാഹ്യവസ്ത്രങ്ങൾ ധരിക്കാതെ, എന്താണ് സ്വാഭാവികമായും അങ്ങനത്തെ ഒരു വസ്ത്രവിധാനങ്ങൾ സ്വീകരിക്കുന്ന ഒരു സ്ത്രീക്ക് ക്യാമ്പസുകളിൽ മറ്റുള്ള സ്ത്രീകളെക്കാളും സുരക്ഷിതത്വം ലഭിക്കുന്നു എന്നതിന് ഒരു പക്ഷേ ഈ സദസ്സ് സാക്ഷിയായിരിക്കും. ആ വേഷം സ്വീകരിക്കാത്തവർ പോലും ഒരു പക്ഷേ ആ വസ്തുത അംഗീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മുടെ മനസ്സറിയുന്ന, മറ്റുള്ളവരുടെ മനസ്സറിയുന്ന, ജീവിത സാഹചര്യങ്ങൾ അറിയുന്ന ലോക സൃഷ്ടാവിൻ്റെതാണ്. അവന്റെ നിർദ്ദേശങ്ങളിൽ ഒരിക്കലും അപാകതയോ തെറ്റോ സംഭവിക്കില്ല. 100% നമുക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ട് ക്യാമ്പസുകളിൽ ജീവിക്കുന്ന ആളുകൾ
പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ ഇടപഴകുന്ന ആളുകൾ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇവിടെ ചോദ്യത്തിൻ്റെത് അവസാനിച്ചു അല്ലേ? ചോദ്യം അവസാനിച്ചല്ലോ അല്ലേ റഫീഖ്? ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ജ്യേഷ്ഠത്തിയുടെ വിവാഹം നടക്കാതിരിക്കുന്നത് കൊണ്ട് അനിയത്തിയുടെ കല്യാണാലോചന തടസ്സമാവാറുണ്ട്. ഇതിനെക്കുറിച്ച് ഉള്ള പ്രതികരണം എന്താണ്? പിന്നെ സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വിവാഹത്തിന്റെ സമയം ഏതാണ് എന്നതിലുള്ള തീരുമാനമില്ലായ്മയാണ് വിവാഹരംഗത്തെ മൊത്തം പ്രതിസന്ധികൾ. ഞാൻ പറഞ്ഞത് ഒരു ജ്യേഷ്ഠത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അനുജത്തിന്റെ വിവാഹം തടസ്സപ്പെടുന്നു എന്ന് മാത്രമല്ല, അനേകായിരം പെൺകുട്ടികളുടെ വിവാഹം തടസ്സപ്പെട്ടതും യഥാർത്ഥത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലായ്മയാണ്. അതാ പറഞ്ഞത് തർലൗന ദീനകോ ഹുൽക്കോ, സ്വഭാവവും അതേപോലെ തന്നെ ദീനുമുള്ള ഒരാൾ വന്ന് അന്വേഷിച്ചാൽ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ്. ആ നിയമം പാലിക്കപ്പെടാതിരുന്നാൽ എന്ത് ചെയ്യും? താഴെ വരുന്ന മുഴുവൻ അനുജത്തിമാർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു സമയം കഴിഞ്ഞ് വിവാഹം വരുന്നില്ലെങ്കിൽ ആ ജ്യേഷ്ഠത്തിയെ നിർത്തി എങ്ങനെ വിവാഹം കഴിക്കുമെന്ന് അനുജത്തിമാർ ചിന്തിക്കും, വാപ്പ ചിന്തിക്കും, കുടുംബം ചിന്തിക്കും. മാത്രമല്ല, ഇനി അഥവാ വിവാഹം നടത്തിയാൽ തന്നെ സംതൃപ്തകരമായ ഒരു മാനസികാവസ്ഥയോടെ ആ വിവാഹ സദസ്സുകൾ നടത്താനും വിവാഹ ജീവിതം നയിക്കാനും തടസ്സമായി തീരും. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ദൈവികമായ ഒരു കൃത്യമായ പ്രവാചകന്റെ വചനത്തെ നമ്മൾ അതിർലംഘിക്കുന്നു എന്നുകൊണ്ടുണ്ടാകുന്നു. എനിക്കറിയുന്ന ഒരു കുടുംബത്തിൽ എല്ലാം ബ്രദേഴ്സ്, ജ്യേഷ്ഠാനുജന്മാർക്കൊക്കെ പെൺകുട്ടികളാണ്. അതിൽ മുതിർന്ന ഒരു പെൺകുട്ടി തീരുമാനിച്ചു, എന്റെ മെഡിക്കൽ PG കൂടെ കഴിഞ്ഞിട്ടേ എന്റെ വിവാഹം നടത്തൂ. ആ പെൺകുട്ടിക്ക് ഇന്നും വിവാഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. താഴെ ഉള്ള മുഴുവൻ ആ വീട്ടിലെ കുട്ടികൾ മാത്രമല്ല, ആ കുടുംബത്തിലെ മൊത്തം കുട്ടികൾ കാത്തിരിക്കുകയാണ്. നാം ആലോചിക്കണം, സ്വന്തം അത്രയും അധികം കുടുംബ ബന്ധങ്ങളുണ്ട്. എല്ലാവരും ഒരു വീട്ടിലല്ലെങ്കിലും എല്ലാവരും അത്രയും സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി കുടുംബത്തിലെ 8 or 10 കുട്ടികൾ കാത്തിരിക്കുന്ന അവസ്ഥ. ഏത് വീട്ടിൽ വിവാഹാന്വേഷണം നടത്തിയാലും ഞങ്ങളുടെ മുകളിൽ ഒരു പെൺകുട്ടി ഉണ്ട്, അവളെ കല്യാണം കഴിയട്ടെ എന്ന് പറയും. ഞാൻ പറഞ്ഞത് സഹോദരിമാരെ, നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് തടസ്സമാവാതിരിക്കാൻ, നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് വിഷമം വരാതിരിക്കാൻ ഇസ്ലാമിന്റെ നിയമങ്ങളെ കൃത്യതയോടുകൂടെ പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് യാതൊരു സംശയമല്ല. അനുജത്തിക്കൊരു നല്ല വിവാഹം വന്നാൽ ആ വിവാഹം നടത്തണം, തീർച്ചയായും നടത്തണം രക്ഷിതാക്കന്മാർ. കാരണം അങ്ങനെ നടത്താതിരിക്കുമ്പോൾ ശേഷം വരുന്ന മുഴുവൻ പെൺകുട്ടികളുടെയും ഭാവി അപകടത്തിലായിത്തീരും. സ്വാഭാവികമായും അവൾക്കൊരു വിവാഹം വരുന്ന സമയത്ത് ആ വിവാഹം നടക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായും പലപ്പോഴും മാനസികമായി നമുക്ക് വിഷമമുണ്ടെങ്കിലും അതിന് ഇസ്ലാമികമായി തടസ്സമല്ല. ഒരു പെൺകുട്ടിക്ക് യോജിച്ചൊരു പുരുഷൻ വന്നാൽ ഒരാൾക്ക് വന്നില്ലെന്നത് മറ്റൊരാൾക്ക് വന്നാൽ വിവാഹം നടത്തിക്കൊടുക്കാനുള്ള ഒരു മതപരമായ തടസ്സമായി പറയാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ മാനസികമായി പ്രയാസമുണ്ടെങ്കിലും അതാണ് അതിന്റെ ഒരു നിയമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു സർ. ഞാൻ പ്രതീക്ഷിച്ചൊരു ചോദ്യം വരാത്തത് കൊണ്ട് ആ ചോദ്യത്തിന്റെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ നമ്മുടെ ചർച്ചകളിലൊക്കെ വന്നതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയാൻ പോകുന്ന കാര്യം. അതായത് ഈ നമ്മൾ ഇവിടുത്തെ കൗൺസിലിംഗ് സെന്ററിൽ ഇരുന്നപ്പോഴും മൊത്തം രക്ഷിതാക്കന്മാരുടെ ഫോൺ വിളികളൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ഈ ക്യാമ്പസിൽ നിന്നുണ്ടാകുന്ന അഫയറുകൾ ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ കാര്യത്തിൽ. അത്തരം എന്തെങ്കിലും കാര്യങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവര് മാറി ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും പ്രയാസകരമായി വരുന്ന ഒരു സംഗതിയാണ്. ഞാൻ അതിന്റെ ഒരു നിലക്കും 1% പോലും അത്തരം ഒരു ബന്ധം ഒരു വിവാഹത്തിലേക്ക് പരിണമിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കാനുള്ള പോയിന്റ്സ് ഹെഡിങ് മാത്രം ഞാൻ പറയാണ്. എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ പറയാണ്. ഒന്നാമത്തത്, പരിശുദ്ധമായ ഒരു ബന്ധം മാത്രമേ പരിശുദ്ധമായി നിലനിൽക്കൂ. പരിശുദ്ധമായ ഒരു ബന്ധം മാത്രമേ പരിശുദ്ധമായി നിലനിൽക്കൂ. നാം ഒരു വിവാഹമെന്ന ഒരു കുടുംബജീവിതമെന്ന പരിശുദ്ധമായ ഒരു കാര്യത്തിലേക്ക് കടന്നു വരുന്നത് നല്ല ഒരു വഴിയിലൂടെ ആവുന്നതല്ലേ നല്ലത്? ഒരു തെറ്റായ വഴിയിലൂടെ അതിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അപകടാവസ്ഥ നാം മനസ്സിലാക്കിയാൽ ഒരു നിർണായകമായ ഒരു കാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും അതൊരു പ്രാർത്ഥനയോടെ നല്ല മനസ്സോടെ അള്ളാഹുവിന്റെ പൊരുത്തത്തോടെ ചെയ്യണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും. ഒരു വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ, ഒരു പുതിയ വാഹനം നിരത്തിലിറക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരു വിവാഹമെന്ന നമ്മുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട ഏറ്റവും അനുഗ്രഹീതമായ ഒരു സംഗതിയിലേക്ക് പ്രവേശിക്കുന്നത് നല്ല വഴിക്കാകണമെന്നാണ്. രണ്ടാമത്തെ, അങ്ങനെ വരാതിരുന്നാലുള്ള പ്രശ്നം.
വിവാഹം കഴിയുന്നത് മുതൽ തന്നെ പരസ്പരമുള്ള സംശയങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. കാരണം എന്നെ ഒരു സ്ത്രീ പരിചയപ്പെടാൻ, പിന്നെ വിവാഹിതയല്ലാത്തൊരു സ്ത്രീ എന്നെ പരിചയപ്പെടാൻ വിവാഹത്തിന് മുമ്പ് താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ മറ്റ് വിവാഹം കഴിഞ്ഞാലും വേറെയുള്ളവരെ പരിചയപ്പെടുമല്ലോ, അതേപോലെ അവനും വേറെയുള്ളവരെ പരിചയപ്പെടുമല്ലോ എന്ന സംശയം പലപ്പോഴും ഇത്തരം വിവാഹങ്ങൾക്ക് ശേഷം ഉണ്ടാവാറുണ്ട്. കാരണം ആ സംശയത്തിന് തെളിവുണ്ട്. കാരണം എന്നെ പരിചയപ്പെട്ടത് വിവാഹത്തിന് മുമ്പാണ്, അതുകൊണ്ട് വിവാഹത്തിന് ശേഷവും ഒരാളെ പരിചയപ്പെടാമെന്ന സംശയമാണ് ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സംശയങ്ങൾ പല കുടുംബങ്ങളെയും കശക്കി എറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംശയത്തോടുകൂടെയുള്ള ഒരു ദാമ്പത്യത്തിന് അത് സഹായകമാകും. രണ്ടാമത്തൊരു കാര്യം, എപ്പോഴും നമുക്കുണ്ടാകുന്ന കുട്ടികൾ എന്നും നമ്മുടെ വിവാഹത്തിന്റെ പശ്ചാത്തലം അറിയും, യാതൊരു സംശയവും കാര്യത്തിലില്ല. വാപ്പ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ് ഉമ്മയെ എന്നത് ജീവിതത്തിൽ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു അഭിമാന പ്രശ്നമായി നിലനിൽക്കുന്നു. മാത്രമല്ല, എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ കുട്ടികളോട് ഈ വിഷയത്തിൽ മാത്രമല്ല, ക്യാമ്പസിൽ പോകുമ്പോൾ മോളെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയാൻ മാത്രമല്ല, ജീവിതത്തിൽ എന്തു നന്മ ഉപദേശിക്കുവാനും ഒരുപക്ഷെ ഒരു ദീനിയായ മുന്നോട്ട് പോക്കിന് ഒരുപക്ഷെ നിങ്ങൾക്കത് തടസ്സമായേക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, വിവാഹത്തിന് മുമ്പ് ആരെയെങ്കിലും പരിചയപ്പെട്ടു, അത് ഒഴിവാക്കി എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും വിവാഹിതയാകുന്ന പല സഹോദരന്മാരും സഹോദരിമാരും മുൻകാലത്തെ ബന്ധങ്ങളെ താരതമ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പലപ്പോഴും വിവാഹത്തിന് പ്രശ്നമാവാറുണ്ട്. പിന്നെ വിവാഹത്തിന് മുമ്പുള്ള ബന്ധവും വിവാഹശേഷമുള്ള ബന്ധം താരതമ്യം ചെയ്യുമ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥമല്ലാത്ത ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടാൻ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ തെറ്റായ ബന്ധങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ആ തെറ്റായ ബന്ധങ്ങൾ നമ്മൾ വിചാരിക്കാത്ത വിധാനത്തിലേക്കും അപകടത്തിലേക്കും എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന അവരുടെ അനിഷ്ടം ജീവിതകാലം മുഴുവൻ വാങ്ങി ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥകളുണ്ടാകും. ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും അതെല്ലാം നമുക്ക് ദോഷകരമാണ്. അതുകൊണ്ട് അത്തരം വല്ല അവസ്ഥകളിലും പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ പിൻവാങ്ങാൻ പറ്റുമെന്നതിന് നൂറുകണക്കിന് സഹോദരിമാർ സാക്ഷിയാണ്. അതുകൊണ്ട് എന്റെ വിവാഹം നന്മ നിറഞ്ഞ അള്ളാഹുവിന് പൊരുത്തമുള്ള ഇസ്ലാമികമായൊരു വിവാഹമാകട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. മനസ്സിനെ സംശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് പറയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ എഴുതി കിട്ടിയോട് കൂടെ പറയാണ്. ഒന്ന്, പിന്നെ ചുരിദാർ ധരിക്കാമെന്ന് പറയാൻ ഇസ്ലാമിൽ തെളിവുണ്ടോ എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തെല്ലാ ഭാഗങ്ങളിലും ഒരേ വേഷമല്ല, പല വേഷവിധാനങ്ങളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം ഒരാൾക്കും ഇന്നൊരു വേഷം നിർണയിച്ചില്ല എന്നുള്ളതാണ്. എത്രമാത്രം എന്ന് വെച്ചാൽ ശരിക്കും പരിശോധിച്ചാൽ ഒരു കേരളീയനായിട്ടുള്ള ഒരു പുരുഷൻ ഒരു അറബി വസ്ത്രം ധരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രോത്സാഹനമാണോ ചോദിച്ചാൽ അല്ലാതെ ഒരു ശുഹ്രത്തിന്റെ വസ്ത്രം എന്നാ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധേയമായി തീരാനും വ്യതിരിക്തമായി തീരാനും ആളുകൾക്ക് എന്താണെന്ന് ഉത്തരം കിട്ടാത്ത രൂപത്തിൽ ഒരു വേഷം ധരിച്ച് നടക്കേണ്ട ഒരു ആവശ്യം ഇസ്ലാമിലില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വേഷത്തിന്റെ നിയമം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീന്റെ വേഷത്തിന്റെ നിയമം എന്താണോ ആ നിയമം പാലിക്കണം. ഞാൻ പറഞ്ഞ 3 അവസ്ഥയാണ്. കാസിയാത്തുൻ ആരിയാത്ത്, ധരിച്ചവരാണ് നഗനകളാണെന്ന് പറഞ്ഞാൽ ധരിക്കാത്തതല്ല പ്രശ്നം, ധരിച്ചിട്ടും നഗനകളാണ്. അതിന് 3 വിശദീകരണമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ദേഹത്ത് ഒട്ടിച്ചേർന്ന വസ്ത്രം. ഇപ്പോ ദേഹത്ത് പൂർണ്ണമായും ചുരിദാർ ചേർന്ന് നിൽക്കാൻ വേണ്ടി പിന്നെ പിന്നിൽ സിബ് കൊടുത്തിട്ടാണ് പെൺകുട്ടികൾ തയ്പ്പിക്കുന്നത് എന്ന് ആരോ പറഞ്ഞ ഒരു വിവരം എന്റെ അടുക്കൽ പ്രസംഗങ്ങളും സംസാരങ്ങളും പറയാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ആലോചിച്ച് നോക്കാണ്, ഒരു ടൈലറിൽ നിന്ന് അത് തയ്ച്ചെടുക്കുമ്പോൾ ശരീരം പൂർണ്ണമായും അങ്ങനെ തന്നെ പ്രദർശിപ്പിക്കപ്പെടണമെന്ന് വിചാരിക്കുമ്പോൾ ധരിച്ചവരാണ് നഗനകളാണ് എന്ന് പറയുന്ന ഹദീസ് എത്ര യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ദേഹത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറയാത്ത വസ്ത്രം, ദേഹത്ത് അയഞ്ഞു നിൽക്കുന്ന, ദേഹത്തെ മറക്കുന്ന ആ സൗന്ദര്യത്തെ ആകർഷണീയതകളെയും ഒരു സ്ത്രീ എന്നുള്ള നിലക്കുള്ള ആ ഒരു ആകർഷണീയതയെ മറച്ചു വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. അത് ചുരിദാറായാലും പർദ്ദയായാലും ഒന്നും വിരോധമില്ല. അതിന് വിരുദ്ധമാകുന്ന പർദ്ദയാണെങ്കിലും അത് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അത് അനിസ്ലാമിക വസ്ത്രമാകും. ഇസ്ലാമിക വസ്ത്രത്തിൽ പാലിക്കേണ്ട മര്യാദ ഏത് വസ്ത്രത്തിലുണ്ടോ ആ വസ്ത്രം സ്വീകരിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. അത് ഇന്ന വസ്ത്രം എന്ന് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല. പിന്നെ നിക്കാഹ് കഴിഞ്ഞ് കല്യാണം നീട്ടിവെക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കല്യാണം, പിന്നെ ഒരു കല്യാണം